ഹരിയേട്ടാ, 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 സൗദാമിനി, ഹരിയേട്ടനെ കണ്ടോ? കണ്ടല്ലോ. എവിടെ? ഇന്നലെ കണ്ടത്. ഇന്നലത്തെ കാര്യമല്ല. രവി എണീറ്റോ? എന്താ വിധി? ചേച്ചി, കാലത്തുണർന്ന് നോക്കിയപ്പോ ഹരിയേട്ടനെ മുറിയിൽ എങ്ങും കാണാനില്ല. കാണാനില്ലേ? എവിടെ പോയി? എനിക്ക് ഒരു പിടിയില്ല. ഡോക്ടർ ഉണർന്നെങ്കിൽ ഒന്ന് പോയി നോക്കാൻ പറ ചേച്ചി. രവി, എടാ രവി. എന്താ മുത്തശ്ശി? ഹരികൃഷ്ണനെ രാവിലെ മുതൽ കാണുന്നില്ലെന്ന്. അതെവിടാ പുള്ളിക്കാരൻ പറയാതെ പോയത്? മോളെ റീനെ, എന്താ മോളെ? അപ്പച്ചനെ എണീപ്പിച്ചേ. ഹരിയങ്ങൾ എങ്ങോട്ടാ പുറപ്പെട്ടു പോയെന്ന്? മോളെ കാലത്താണ് പോയത്. പോകുന്ന ഞാൻ കണ്ടില്ല മുത്തശ്ശി. കൂടെ കിടന്നുറങ്ങിയ ഭർത്താവ് പോയിട്ട് അറിഞ്ഞില്ലെന്നോ? എന്തൊരു ഉറക്ക നീ ഉറങ്ങിയത്? നീ പോയിട്ടേ കട്ടിലിന്റെ അടിയിലോ വാതിന്റെ മൂലയിലോ ഉണ്ടോന്ന് ചെന്ന് നോക്ക്. ഹരിയേന്ദ്രനെ കട്ടിലിന്റെ അടി കയറി വിളിക്കുന്നത്? നീ മിണ്ടാതിരി. കുന്തം പോയ കുടത്തിനും തപ്പണമെന്ന പ്രമാണം. മുത്തശ്ശി മിണ്ടായിരിക്കും. പോയത് കുന്തമല്ല, ഒരു മനുഷ്യനാ. പറയാതെ പോകുന്നവൻ കുന്തത്തിന് തുല്യ. രവി, ഒന്ന് എവിടെങ്കിലും പോയി നോക്കൂ. ഇതിങ്ങനെ ഒരിക്കലും ഇല്ലാത്തതാ. എനിക്ക് ആകെ പേടിയാവുന്നു. ഒന്ന് പോയി നോക്കിട്ട് വരാം. ആ, നോക്കി നിൽക്കാതെ പോയി അന്വേഷിക്കടാ. എന്താ സംഭവം? ഇന്നലെ രാത്രി നിങ്ങൾ തമ്മിൽ വല്ല അടിപിടിയോ വഴക്കോ ഉണ്ടായോ? ഹരിയെ, നിങ്ങളെപ്പോൾ അടിപിടി കൂടുന്ന ടൈപ്പൊന്നും അല്ല. ബാങ്കിന്റെ വല്ല അടിയന്തര ആവശ്യത്തിന് പോയതായിരിക്കും. ബാങ്കിന്റെ കാര്യമാണെങ്കിൽ പറഞ്ഞിട്ട് പോകൂടെ? നമുക്കൊരു കാര്യം ചെയ്യാം, വിവരം ഉടനെ പോലീസിൽ അറിയിക്കാം. വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ. എന്തോന്ന് സംഭവിക്കാൻ? പല ഡോക്ടറെ, കാലത്ത് തന്നെ വിവരക്കേട് സംസാരിക്കല്ലേ. ആരോടും പറയാതെ പിന്നെ എവിടെ പോയതാണ് ഇയാള്? ഇനി രാത്രിയിലാ പോയതെങ്കിൽ പേടിക്കാനില്ല. കാണേണ്ടവരോ കണ്ടതിന് ശേഷം ഉറങ്ങിപ്പോയതാവും. ആളിപ്പോഴും എത്തും. മോനെ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ ഒന്ന് പോയി അന്വേഷിക്കാം. രവി പ്ലീസ്, ഒന്ന് പോയി നോക്കൂ. ഞാൻ ഉടനെ പോവാം. ഞാൻ വരണോ? വേണ്ടേ. മോള് വിഷമിക്കാതെ. അയാളങ്ങനെ മറ്റുള്ള ആളൊന്നും അല്ല അങ്ങനെ ഓടിയോട് പോവാൻ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല. ഞാൻ ഒന്ന് പോയി അന്വേഷിക്കട്ടെ. ഇനി ഡോക്ടറുടെ ശല്യം പേടിച്ച് ഹരി ഇവിടെ നിന്ന് ഓടി പോയതാണെന്നാണ് എന്റെ പേടി. ആള് വരുന്നു. എന്താ ഹരിയേട്ടാ ഇത്? താനിത് എവിടെ പോയി കിടക്കായിരുന്നു? ടെൻഷൻ അടിപ്പിച്ച് കളഞ്ഞല്ലോ. എല്ലാരും എന്താ ഇവിടെ? ഹരിയേട്ടനെ കാണാൻ ഞാൻ അന്വേഷിക്കാൻ പുറപ്പെട്ടതാ. അയ്യോ, ഞാൻ ഓടാൻ പോയതാ. ഓടാൻ പോയതോ? ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കലാപരിപാടിയാണല്ലോ അത്. അതെ, ഇന്നെനിക്ക് ഓടണമെന്ന് തോന്നി, ഞാൻ ഓടി. എന്നാ പിന്നെ ഒന്ന് പറഞ്ഞിട്ട് ഓടിക്കൂടെ? എന്ത്? എല്ലാ വീട്ടിലും വന്ന് ഞാനിതാ ഓടാൻ പോകുന്നേന്ന് പറയാനാ? അതല്ല, തന്റെ ഭാര്യയോടൊന്ന് പറഞ്ഞിട്ട് ഓടിക്കൂടെ എന്നാ ചോദിച്ചത്. അത് ന്യായം. നാളെ മുതൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടോടാം കേട്ടോ. ഇനി എല്ലാരും പിരിഞ്ഞു പോ. സ്വയം പിരിഞ്ഞു പോയില്ലെങ്കിൽ ഞാൻ ആകാശത്തേക്ക് വെടിവെക്കും. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. എന്നാൽ ഇത് വല്ലാത്തൊരു പേടിപ്പിക്കലായിപ്പോയി. ഇത്രയും കുഴിമടിയനായ ഒരു മനുഷ്യൻ ഓടാൻ പോയതാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നേര് പറ ഹരിയേട്ടാ, എവിടെ പോയതാ? നമ്മുടെ ആ പഴയ ഫസ്റ്റ് നൈറ്റിന്റെ ഓർമ്മകളുമായി ഇന്ന് നീ ഉണരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. കിടക്കയിലും നിന്റെ ദേഹത്തുമൊക്കെ ഈ മുല്ലപ്പൂക്കൾ ഇങ്ങനെ വിതറി അതിന്റെ സുഗന്ധം മുറിയിലാകെ പരന്ന്. പക്ഷെ ഞാനിങ്ങെത്തും മുമ്പ് നീ ഉണർന്നു. നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ വിളിച്ചു വരുത്തി. ഈ ഒരു ദിവസത്തിന്റെ ഒരു സ്നിഗ്ധത നീ ഇല്ലാതാക്കി. ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? അതാണ് ഞാനും നീ തമ്മിലുള്ള വ്യത്യാസം. വ്യത്യാസം ഉണ്ടല്ലോ. ഹരിയേട്ടനാണും ഞാൻ പെണ്ണും അല്ലേ? ആണല്ലോ. എന്നാൽ ഫലത്തിൽ നീ ഇപ്പൊ ആണും ഞാനിപ്പോ പെണ്ണുമാണ്. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുന്നത് പെണ്ണുങ്ങളാ. ഒന്ന് തെളിച്ച് പറ ഹരിയേട്ടാ. എന്റെ വിജി, ഇന്നേ നമ്മുടെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ, മനസ്സിലായോ? എന്റെ ഈശ്വര, നേരാണല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർത്തതാ. സമയമായപ്പോ മറന്നു. സോറി ഹരിയേട്ടാ. സോറി എന്തിന്? ഒരു കണക്കിന് നീ അത് മറന്നത് നന്നായി. നിനക്കിങ്ങനെ ഒരു സർപ്രൈസ് തരാൻ എനിക്ക് പറ്റിയല്ലോ. തീർന്നില്ല, വരൂ വരൂ വരൂ. ഇന്നലെ രാത്രി നീ കാണാതെ ചില സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താ? ഇതാ നോക്ക്. ഹായ്, എങ്ങനെയുണ്ട്? കലക്കിയിട്ടുണ്ട്. എന്റെ വിജി, നിന്റെ ഒപ്പമുള്ള ഓരോ പൊട്ടും പൊടിയും എന്റെ ലൈഫിലെ സ്വീറ്റ് മെമ്മറീസ് ആണ്. എനിക്കങ്ങനെ അല്ലെന്നാണോ? നീ ചെന്ന് കുളിച്ച് ഇതെല്ലാം ഉടുത്ത് പൂമാലയൊക്കെ ചൂടി ഒന്നിങ്ങോട്ട് വന്നേ, ഞാനൊന്ന് കാണട്ടെ. ആദ്യം ഞാൻ ചായ ഉണ്ടാക്കാം. ആദ്യം ഞാൻ പറയുന്നത് ചെയ്യ്. ഇന്നത്തെ ചായയുടെയും ബ്രേക്ക്ഫാസ്റ്റിന്റെയും കാര്യമൊക്കെ ഞാൻ ഏറ്റു. അയ്യോ, നല്ലൊരു ദിവസമായിട്ട് കൊളമാക്കല്ലേ ഹരിയേട്ടാ. എനിക്കിന്നൊരു ഹെൻ പെക്കഡ് ഹസ്ബൻഡ് ആവണം. ഭാര്യയെ അനുസരിച്ച്, ഭാര്യയെ ബഹുമാനിച്ച്, ഭാര്യയുടെ അടിമയായ ഒരു ഭർത്താവ്. വൃശ്ചിക രാത്രി തൻ അരമന മുറ്റത്തോരു
കൊള്ളാമോ? വലിയ ഭംഗിയൊന്നുമില്ലാത്ത തുണിയായിരുന്നു. നീ അത് ഉടുത്തപ്പോ അതിന്റെ മാറ്റ് പോലും കൂടി. ചുമ്മാ കളിയാക്കല്ലേ ഹരിയേട്ടാ. നേരാണ് കുട്ടി, കളിയാക്കാനാണേലും വേറെ എന്തെല്ലാം പറയാം. ഏത് വേഷത്തിലായാലും എപ്പോഴായാലും നീ എന്റെ സുന്ദരി കുട്ടിയല്ലേ. നേര് പറയാലോ, നമ്മുടെ ഈ 5 വർഷം എനിക്ക് 5 നിമിഷം പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ ആലോചിക്കുക, കല്യാണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് പേടിയായിരുന്നു. 2 ചുറ്റുപാടുകളിൽ നിന്ന് വന്നവർ, 2 തരം ഇഷ്ടാനിഷ്ടങ്ങളും 2 തരം സ്വഭാവമൊക്കെ ആവുമ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ നീ എന്റെ ദൗർബല്യങ്ങൾ സഹിച്ചു. സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി. എന്താ വല്ലാതെ? ഹരിയേട്ടന്റെ ഈ സ്നേഹത്തിന് പകരം തരാൻ അതിന് ദൈവം എന്നോട് കരുണ കാണിക്കുന്നില്ലല്ലോ. ചേച്ചേ, അതൊക്കെ സമയമാകുമ്പോ നടക്കും. നിനക്കറിയോ, എന്റെ ജാതകത്തില് എനിക്ക് കുട്ടികൾ 3. നീ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ച് ചെല്ല്. ഞാൻ ഇറങ്ങുന്നു. താൻ മനുഷ്യനെ പേടിപ്പിച്ചോ. ഇയാൾക്ക് സൂക്ഷിച്ച് സൈക്കിൾ ഓടിച്ചൂടെ? ഇവിടെ ഒരു കല്ല് പൊങ്ങി നിപ്പുണ്ട് സാറേ. ഇതിപ്പോ ഇവിടെ വെച്ച് 3ാമത്തെ തവണയാ ടയർ പഞ്ചറാവുന്നത്. എന്നാ പിന്നെ വേറെ ഏതെങ്കിലും വഴി കൂടെ സൈക്കിൾ ഓടിക്കേ. ഓ ഡ്രൈവർ റെഡിയായില്ലേ? സമയമായി, വണ്ടി എടുക്ക്. എന്താ വിളിച്ചേ? അല്ല, ഒന്നും വിളിച്ചില്ല, സമയമായി എന്ന് പറയായിരുന്നു. ഇതിന് ശിക്ഷയുണ്ട് രവി. ഇന്ന് നീ 5 ലിറ്റർ പെട്രോൾ അടിക്കേണ്ടി വരും. അയ്യടാ, ആ ജംഗ്ഷനിൽ നല്ല 1ാം തരം ടാക്സി കിട്ടും. എന്തിനാ ടാക്സി ആക്കുന്നത്? പണം പെട്ടിയിൽ അടുക്കി വെക്കാതെ ഒരു കാർ വാങ്ങിച്ചൂടെ? ആ, സ്ത്രീധനമായിട്ടൊരു കാറ് കിട്ടുമെന്ന് നോക്കട്ടെ. ആദ്യം ഒരു പെണ്ണിനെ കിട്ടുമോ നോക്ക്. ഇവന്റെ ഈ ചക്ക പല്ലുണ്ടല്ലോ, ഒരു പെണ്ണിനെ പിടിക്കുന്നില്ല. തനിക്കൊരു പെണ്ണിനെ കിട്ടുമെങ്കിൽ ഈ ലോകത്ത് ആർക്കും പെണ്ണ് കിട്ടും. വിജി എന്ത് കണ്ടിട്ട് ഇയാളുടെ കൂടെ ഇറങ്ങി തിരിച്ചത്? ഒരബദ്ധം ആർക്കും പറ്റും രവി. വിജി, വണ്ടി എടുക്കണം മിസ്റ്റർ. വൈകുന്നേരം വരട്ടെ, ഞാൻ കാണിച്ചു തരാം. ബൈ. വൈകിട്ട് കാണാം. ഓക്കെ, സീ യു. ഈ ലെറ്ററിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചില്ല. അവരുടെ മറുപടി ഒന്നുമില്ല. നമുക്ക് റിമൈൻഡർ കൂടി അയച്ചാലോ? ആ. സാറിന് ക്യാബിനിലൊരു ഫോൺ. ഹലോ, ഹരികൃഷ്ണൻ ഹിയർ. വിജി. ഒന്നുമില്ല, എന്തോ ഒരു സുഖമില്ലാത്ത പോലെ. അല്ല, അങ്ങനെയുള്ള സുഖമല്ല, ഒരു മനം പരട്ടലും ആകെ ഒരു വയ്യായിക. മനം വരട്ടല്ലോ? ഛർദിക്കാൻ തോന്നുന്നുണ്ടോ? കുറേശ്ശോ? എന്നാൽ അത് തന്നെയാ, ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞില്ലേ വിജയ്, എല്ലാം കൊണ്ടും ഇന്നൊരു നല്ല ദിവസമാണെന്ന്. ഒരു കാര്യം, ഇനി നീ അവിടുന്ന് ഒരു ഇഞ്ച് അനങ്ങാൻ പാടില്ല. ഫോൺ വെക്കുക, ഫോണിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കസേരയില്ലേ, അതിലിരുന്നോളൂ വിജയ്. അതിന് മാത്രം ഇപ്പൊ എന്താ? പറഞ്ഞാൽ അനുസരിക്കണം. ഈ ഘട്ടത്തിൽ ശരീരം തീരെ ഇളകാൻ പാടില്ല. ഫുഡൊക്കെ ഞാൻ പാർസൽ കൊണ്ടുവരാം. ഞാൻ ഉച്ചക്ക് ലീവ് എടുത്ത് വന്നിട്ട് നമുക്ക് ഡോക്ടറെ അടുത്ത് പോകണം. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ വരുമ്പോ നിന്നെ ആ കസേര കണ്ടില്ലെങ്കിലുണ്ടല്ലോ. ശരി ശരി. ദൈവം അനുഗ്രഹിച്ചാൽ മിക്കവാറും നാളെ ഞാൻ സാറിന് ഒരു ഗുഡ് ന്യൂസ് കേൾപ്പിക്കും. അതിന് ഉച്ചയ്ക്ക് എനിക്ക് ലീവ് തരണം. എന്ത് ഗുഡ് ന്യൂസ്? അതൊരു സർപ്രൈസ് ആയിരിക്കട്ടെ. എന്നാലും സാറിന് ഞാനൊരു ക്ലൂ തരാം. ഒരു മനം പരട്ടലും ചെറിയൊരു ഛർദിയും. ഉത്തരം സാർ ആലോചിച്ച് കണ്ടുപിടിക്കും. രവി, ഹരികൃഷ്ണ, എടോ സംഗതി ഒത്തുന്നാ തോന്നുന്നത്. എന്ത് സംഗതി? വിജിക്ക് ചില വിശേഷങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ്. ആണോ? ഉവ്വ്, അവളിപ്പോ ഫോൺ ചെയ്തിരുന്നു. വൈകുന്നേരം എവിടെയും പോയി കളയരുത്. വിജയം കൊണ്ട് MBBS ഡോക്ടറുടെ അടുത്ത് നിന്ന് തിരിച്ചു വന്നിട്ട് നമ്മൾ പല്ല് ഡോക്ടറുടെ ടെറസിൽ കൂടുന്നു. നമുക്കൊന്ന് ആഘോഷിക്കണം. ഓക്കെ? ഓക്കെ. കുറെ പാടുപെട്ടിട്ടാണെങ്കിലും ഒടുവിൽ നീ വഞ്ചി തിരുനക്കരെന്ന് നീക്കി. ഡോക്ടർ എന്ത് പറഞ്ഞു പോലെ? അത് ഇല്ല മുത്തശ്ശി, വിശേഷമൊന്നുമില്ല. അസുഖം തോന്നിയത് വേറെന്തോ കാരണം കൊണ്ടാണ്. ചേച്ചി, അപ്പോഴത്തേക്ക് മോളെ മുഖം അങ്ങ് വാടിയല്ലോ. സാരില്ലേ മോളെ, വയസ്സായിട്ടൊന്നുമില്ലല്ലോ. ദൈവം ഇതിനൊക്കെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. വലിയ സന്തോഷത്തിലായിരുന്നു. മോൻ ചെന്നൊന്ന് സമാധാനിപ്പിക്കും. ഞാൻ രവിയാ. എന്തുണ്ടോ? മൂഡ് ശരിയായോ? പെട്ടെന്ന് സന്തോഷിക്കുക,
പെട്ടെന്ന് അപ്സെറ്റ് ആവുക, അതൊക്കെ അമച്ചുറിഷാണ്. ഇന്ന് രാവിലെ കാറിൽ വരുമ്പോ താൻ ഒരുമാതിരി കുരങ്ങിയത്ത കുറവനെ പോലെ ഇരുന്നു. ഞാൻ വിളിച്ചതേ, ഇന്നൊരു ബ്രോക്കർ വന്നിരുന്നു. നല്ല ഒന്നാന്തരം കുട്ടിയത്രേ. സൗന്ദര്യം, വിദ്യാഭ്യാസം, ലോ കോളേജ്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാൻ നോക്ക്. ഞാനോ? ഞാൻ ഇന്നലെ ലീവ് എടുത്തു, ഇന്നിനി പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ലഞ്ച് ടൈമിന് ഞാൻ കാർ അവിടെ കൊണ്ടുവന്ന് തരാം. അതിൽ പോയിക്കോ, ഒരു ഗമയിരിക്കട്ടെ. കാറിന് നിന്റേതാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കൂടെ വരാൻ തൽക്കാലം ആ ചൊറിയും കുത്തിരിക്കുന്ന ഗീവർഗീസിനെ കൂട്ടിക്കോ, അതാ നല്ലത്. പുരുഷു, നീ എന്താടാ ഇവിടെ? ഞാനിവിടെ കോടതിയിലെ ഒരു പ്രതിയുമായിട്ട് വന്നതാ. പ്രതി ഞാനാ, പെങ്കോട്ട തങ്കപ്പൻ. നിന്റെ പേര് ചോദിച്ചില്ലല്ലോ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? നല്ല ആളാ. എന്റെ ഇളയമ്മയുടെ കുഞ്ഞിന്റെ കാതുകുത്തിന് ഞാൻ കത്തയച്ചിട്ട് നീ വന്നില്ല. റാസ്കൽ. കറക്റ്റ്. പ്രതികളുടെ മുമ്പിൽ വെച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കണ്ട. എന്നാലും നീ കാതുകുത്തിന് വരാഞ്ഞെന്താ? ആ കുത്തിനേക്കാൾ വലിയ കുത്തും കൊലയും നടത്തിയ ഒരു യമകണ്ഠൻ പ്രതി പൂജപ്പുര ജയിലിൽ നിന്ന് മതില് ചാടി തന്നായിരുന്നു. നീ വായിച്ചു കാണും, പി കെ പാപ്പുക്കുട്ടി. ഞാൻ വായിച്ചില്ല. അതെന്ത്, നീ ഇപ്പൊ പത്രങ്ങളൊന്നും വായിക്കാറില്ലേ? ഒന്നിനും ടൈമില്ല. ഓ, ആ മറ്റേ സംഭവം ഇങ്ങനെ ആയോ? അതൊക്കെ പിന്നെ പറയാം. നീ ഇതുവരെ എന്റെ ഭാര്യയെ കണ്ടിട്ടില്ലല്ലോ. വീട്ടുകാർ ഒരു ചായ കുടിച്ചിട്ട് പോവാം. അതെ, ഞാനും വരാം. രാജേട്ടാ, ഓ. ഇതെന്റെ ക്ലോസ് ഫ്രണ്ടാണ്. 1ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ. അതെന്താ നിങ്ങൾ ഓരോ ക്ലാസ് കഴിക്കുമ്പോഴും ബെഞ്ചും കൂടെ കൊണ്ടുപോകാറുണ്ടോ? എന്നാ പോലെ വീട്ടിലോട്ടൊന്നും വരാൻ സമയമില്ല. നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് അല്പനേരം സംസാരിച്ചിരിക്കാം. രാജേട്ടാ, ഇവരെ നോക്കിക്കോ. പാം. ഞാൻ ഇനി അധികം നാൾ കാക്കിയിട്ട് നടക്കില്ല. അതെന്താ പോലീസിൽ നിന്ന് നിന്നെ പിരിച്ചുവിടാൻ പോവാ? അതല്ല, ഈ കേരള പോലീസ് വേഷം എനിക്ക് മടുത്തു. CBI-കാരനെ നോട്ടോട്ടിരിക്കുക. അതേന്ന് പാലും തുമ്പും ഇല്ലാതെ കിടക്കുന്ന പല കേസുകളും തെളിയിക്കാൻ അവർക്ക് എന്റെ സേവനം ആവശ്യമാണത്ര. അത് ശരി. ഈ തങ്കപ്പം പോക്കറ്റ് അടിക്കാരനായിരിക്കും അല്ലേ? പോക്കറ്റ് അടിയോ? തുക്കട പോക്കറ്റ് അടിക്കാരെ പിടിക്കാനൊന്നും ഞാൻ പോവില്ല. അത് വെറും തങ്കപ്പനും അല്ല. തോമസ്, ബൈജു, സെൽവമണി, തങ്കരാജ് തുടങ്ങിയ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ ഭീകരമായി കവർച്ച നടത്തുന്ന വേൾഡ് ക്രിമിനലാണ്. നമ്മുടെ എഴുമന്നൂർ അമ്പലമില്ലേ, അവിടുത്തെ വിഗ്രഹം മോഷ്ടിച്ചവനല്ലേ? അതൊരു മാത്യു എന്നാണല്ലോ പത്രത്തിൽ വന്നിരുന്നത്. മാത്യു തങ്കപ്പൻ എന്നാണ് ഇവന്റെ ഫുൾ നെയിം. അന്നാണ് ഇവൻ ആദ്യമായി പോലീസ് കെണിയിൽ വീഴുന്നത്. ആ ഓപ്പറേഷനും എന്റെ ബുദ്ധിയിൽ നിന്നായിരുന്നു. പിടിച്ച പോലീസുകാരുടെ ഫോട്ടോ വന്നപ്പോ നിന്നെ അതിൽ കണ്ടില്ലല്ലോ. ഇത്തരം ചീപ്പ് പബ്ലിസിറ്റിയിലൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ 10 കിലോ ഹാഷിഷുമായി കേരളത്തിൽ മുങ്ങിയ കിഴക്കാരൻ കിം ലൂച്ചയെ കീഴടക്കാൻ വേണ്ടി ഞാൻ നടത്തിയ പരാക്രമ കഥ അടുത്ത് തന്നെ സിനിമയാവാൻ പോവാണ്. എന്റെ മറ്റേ കഥ അറിയാലോ? ഏത് കഥ? ഭർത്താവിനെ തല്ലിക്കൊന്ന് അടുക്കളയിൽ കുഴിച്ചു മൂടി കാമുകനോടൊപ്പം ഒളിച്ചോടിയ നീലേശ്വരം ഓമന കേസ്. അതിനും തുമ്പുണ്ടാക്കിയത് ഞാനാ. അതെന്റെ മനഃശാസ്ത്രപരമായ ഒരു സമീപനമായിരുന്നു. സ്ത്രീകളുടെ മനഃശാസ്ത്രത്തിൽ ഞാനൊരു എക്സ്പെർട്ട് ആയിരിക്കാം. ഈ മനഃശാസ്ത്രമൊക്കെ നീ എവിടുന്ന് പഠിച്ചു? അത് പൊറോട്ട കഴിച്ചിട്ട് പറയാം. ഓടിക്കളഞ്ഞു. നമുക്ക് പിന്നെ കാണാം. ഭഗവാനെ വിലങ്ങും കൊണ്ടാ പോയിരിക്കണം. അതിനി ഞാൻ സമാധാനം പറയണം. ഇത് 16ാമത്തെ തവണയാണ്. ഇനി നിന്റെ കൂടെ ഞാൻ പെണ്ണ് കാണാൻ പറ്റുന്ന പ്രശ്നമില്ല. ഇതെങ്കിലും തുറപ്പിക്കണം. അതിപ്പോ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടാതെ എങ്ങനെ? ആദ്യം പെണ്ണിന് നിന്നെ ഇഷ്ടപ്പെടുന്നു. എനിക്കെന്താ കുഴപ്പം? എന്റെ ഈ പലകപ്പൽ തന്നെ അത് കാണിച്ച് അത് ഇടിക്കണ്ട. എന്താ പറഞ്ഞേ? അല്ല, ഞാൻ എന്റെ പല്ലുവേദനയുടെ കാര്യം പറയായിരുന്നു. ഭയങ്കര പല്ലുവേദന. ഇതെന്തിഷ്ടാ? അതെ. മോളെ, രവികുമാറിന്റെ അച്ഛനും അമ്മയൊക്കെ എന്നത്തേക്ക് എത്തും? അവര് 15-ാം തീയതി എത്തും അല്ലേ? അതെ. എന്നാ കത്തിൽ? അവർക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടേ ആയിക്കോട്ടെ. നമ്മൾ അതിനുള്ള അവസരം കൊടുത്തില്ല, പരാതി വേണ്ട. ആയിക്കോട്ടെ. അയ്യോ, അത് വേണമെന്നില്ല. ഞങ്ങൾ സൗകര്യം പോലെ പിന്നെ സംസാരിച്ചോളാം. അഡ്വക്കേറ്റ് ഹരീന്ദ്രനാഥിന്റെ ജൂനിയർ അല്ലേ? ഞാനവിടെ വരാറുണ്ട്. മണ്ണുത്തി ലോ കോളേജിലാണ് പഠിച്ചതല്ലേ? അല്ല, മണ്ണൂത്തിയിലത് വെറ്റിനറി കോളേജാ. ഞാൻ പഠിച്ചത് എറണാകുളം ലോ കോളേജിലാ. മണ്ണുത്തി എറണാകുളമൊക്കെ അടുത്തടുത്ത് തന്നെ. സൗകര്യം പോലെ പിന്നെ സംസാരിച്ചാൽ മതി. അതന്നെ നല്ലത്. നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ, അതുമതി. എന്നാലും വേണ്ട വേണ്ട, എനിക്ക് കാണുകയേ വേണ്ട. കണ്ടാ ഞാൻ എന്റെ കുറ്റം കണ്ടുപിടിക്കും. ഇതും മുടക്കും. മുത്തശ്ശി പറയുന്നത് ശരിയാണ് രവി. ഞാൻ നമ്മുടെ ഡോക്ടറോടും ചോദിച്ചു. അയാൾക്കും കുട്ടിയെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. അതല്ല, ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണല്ലോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഉപേക്ഷിച്ച് നമുക്ക് വേറെ കെട്ടാം. ഒരു കല്യാണ വീട്ടിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊന്നും ആയിട്ടില്ല ഇവിടെ. നല്ലൊരു ഡബിൾ കോട്ട് പോലും ഇല്ല. അയ്യോ, നല്ലൊരു ഡബിൾ കട്ടിൽ വളരെ വളരെ അത്യാവശ്യം. ഓടിയകത്ത്
വല്ലവരും വല്ലതും പറഞ്ഞാൽ ഉടനെ ചിരിക്കാൻ തുടങ്ങും. ഈ കൊടൈക്കനല്ല എങ്ങനെ ഇപ്പൊ തണുപ്പാണ്. എന്തിനാ? അല്ല തണുപ്പാണെങ്കിൽ ഹണിമൂൺ അവിടെ ആക്കിയാലോ എന്നൊരു ആലോചന. ഇത്തിരി തണുപ്പിന് വേണ്ടി അവിടം വരെ വണ്ടി ഓടിക്കണം. ഇവിടെ ഏതെങ്കിലും ഹോട്ടലിൽ ഒരു AC റൂം എടുത്താൽ പോരെ? അതല്ലടോ, അവിടം വരെയുള്ള ആ ഒരു യാത്രയും ബഹളവും അങ്ങനെ മൊത്തം ഒരു ത്രില്ലുണ്ടാവും. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നീ മൊത്തത്തിലൊന്ന് ഇളകിയിട്ടുണ്ട് കേട്ടോ. പെണ്ണിന്റെ അച്ഛന് പരമസുഖം. മണ്ഡപം ബുക്ക് ചെയ്യുന്നത് ചെറുക്കൻ, സദ്യക്കാരെ ഏർപ്പാടാക്കുന്നത് ചെറുക്കൻ. അവസാനം നീ സ്ത്രീധനവും വേണ്ടെന്ന് വെച്ച് കളയോ? അത് വിട്, അവര് മാരുതി വാൻ ഒരെണ്ണം എന്റെ പേരിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ മാരുതി വാനിന് എന്ത് മൈലേജ് കിട്ടും? അത് വാൻ കൈ കിട്ടുമ്പോ ഓടിച്ചു നോക്കിയാ മനസ്സിലാവും. വണ്ടി നിർത്ത് നിർത്ത്. അതാണ് കക്ഷി. ഏത് കക്ഷി? ഇന്ദു, എന്റെ വുഡ്ബി. ഞാൻ ഒന്ന് മീറ്റ് ചെയ്തിട്ട് വരാം. ഇന്ദു, ഇന്ദു. എന്താ ഇവിടെ? 1-2 ലെറ്റേഴ്സ് അയക്കാനുണ്ടായിരുന്നു. എനിക്കാണോ? ഞങ്ങളുടെ കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യാൻ പോവാ. ഇന്ദുന്റെ അച്ഛൻ പറഞ്ഞിരുന്നേ. ഇവിടെ കാറിൽ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഇരിപ്പുണ്ട്. മൂപ്പര് ഒന്ന് മീറ്റ് ചെയ്യാം. വരും. ഹരി, അയ്യോ ഇവൻ എവിടെ പോയി? മറ്റേ സാറെന്തേ? മൂത്രമൊഴിക്കാനാണെന്ന് തോന്നുന്നു, ഇറങ്ങി ഓടുന്നുണ്ട്. അതൊന്നും ആവില്ല. ഇന്ദുന് തിരക്കുണ്ടെങ്കിൽ നടന്നോളൂ, നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം. ഓക്കെ. നീ ഇതെവിടെ പോയിരുന്നു? ഈ ഫോൺ ബിൽ അടച്ചില്ല എന്നുള്ള കാര്യം പെട്ടെന്ന് ഓർത്തത്. ഞാൻ ചെന്നു. ഇതെന്താ ഇടാത്തത്? ആഹാ, വേഷം മാറിയില്ല, കുളിച്ചില്ല. ഇത്ര നേരം ഇവിടെ എന്തെടുക്കായിരുന്നു? എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം. എന്തുണ്ടായി ഹരിക? വന്നു കയറിയപ്പോഴേ മൂഡ് ഓഫ് ആണല്ലോ. പ്ലീസ് കുറച്ച് സ്വയം താ. ഉടമാളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പേരുകേട്ട ഒരു തറവാടുണ്ടത്രേ. വലിയ ജമ്മിമാരാ, ഏകപ്പെട്ട സ്വത്തുക്കൾ, ഏക മകൾ. കുട്ടി MBBS പഠിക്കുകയാണ്. ഇനി ഇപ്പൊ നമ്മൾ എന്തിനാ അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കുന്നത്? വക്കീലിനേക്കാളും നല്ലത് ഒരു ഡോക്ടർ ആവുന്നതല്ലേ? ആയിക്കോട്ടെ, പക്ഷെ ഈ കുടമാളൂർ പെണ്ണിനെ പറ്റി ഹരി നേരത്തെ പറഞ്ഞില്ലല്ലോ. ഇന്നലെയാ ഞാൻ ഈ കുട്ടിയെ പറ്റി അറിഞ്ഞത്. ഹിന്ദിയിലെ ശ്രീദേവി ഇല്ലേ, അതേ കട്ടാണത്ര ഈ കുട്ടി. എനിക്ക് ശ്രീദേവി ഹേമമാലിനി ഒന്നും വേണ്ട. ഞാൻ അമിതാഭ് ബച്ചനൊന്നും അല്ലല്ലോ. മാത്രമല്ല എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വാക്കുമാറാൻ നോക്കൂ. രവി, നിന്നോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. മെച്ചപ്പെട്ട ഒരു അലയൻസിന് വേണ്ടിയാണെങ്കിൽ വാക്കൊക്കെ നമുക്ക് മാറ്റാം. ഇപ്പൊ തന്നെ നമ്മുടെ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. സ്റ്റാർട്ട് ചെയ്യാൻ വരട്ടെ. ഇന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ട പിന്നെ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടുന്നത്. എനിക്ക് കുറച്ചു കാലം കൂടി ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാനിവിടെ ഇറങ്ങാം. രവി, ഞാൻ എന്റെ പൊന്നു സാറേ, ഞാനില്ല. ഓട്ടോ വേഗം വിട്ടോ. Yes, രവികുമാർ ഹിയർ. ആരാ? നിങ്ങൾ ഞെട്ടരുത്. വിവേക ബുദ്ധിയോടെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചതായി അറിഞ്ഞു. ദയവ് ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം. മറ്റൊരുത്തന്റെ കാമുകയെ തന്നെ വേണോ നിങ്ങൾക്ക് ഭാര്യയായിട്ട്? നിങ്ങളാരാ? ഹിന്ദുവിന്റെ കാമുകൻ തന്നെയാണ് സംസാരിക്കുന്നത്. സ്നേഹിക്കുന്ന ഹൃദയങ്ങളെ നിങ്ങൾ ചവിട്ടി മെതിക്കരുത്. ഞങ്ങളെ വെറുതെ വിടൂ പ്ലീസ്.
പറഞ്ഞിട്ട് കാര്യമില്ല. വികാരങ്ങളെ നിയന്ത്രിക്കും. സത്യത്തിന്റെ മുഖം പലപ്പോഴും വികൃതമാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. ഞാനും ഇന്ദുവും ഒരുമിച്ച് ചെലവിട്ട ആ നിമിഷങ്ങൾ. ആരടാ നീ? വല്ലതും പറയാനുണ്ടെങ്കിൽ നേരിട്ടൊന്ന് പറ. എനിക്ക് കേൾക്കണ്ട. വെക്കടാ തെണ്ടി ഫോൺ. കഴുതേ, നിന്നെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ഒടിച്ച്. ആരാ സാർ, എന്താ പ്രശ്നം? ആ കോയമ്പത്തൂർ ബ്രാഞ്ചിന്റെ മാനേജരാ. അയാൾക്ക് രണ്ട് കിട്ടേണ്ടതാ. സത്യം പറയട്ടെ, ആ കൊച്ചിനെ കണ്ടപ്പോ അങ്ങനെയൊന്നും തോന്നിയതേ ഇല്ല. വളരെ സന്തോഷത്തിലാ അവള് ചായ കൊണ്ടുവച്ചതും സംസാരിച്ചു. അതീ കാര്യമില്ല. പനിനീർ പൂവ് കണ്ടാ തോന്നുമോ അതിന്റെ അടിയിൽ കൂർത്ത മുള്ളുകളുണ്ടെന്ന്? ഏതായാലും ഇതിപ്പോഴേ അറിഞ്ഞത് നന്നായി. എന്തറിഞ്ഞെന്ന്? പ്രേമമാണെങ്കിൽ അവൻ അവളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയാലെന്ത്? രവി, എടുത്തുചാടി ഒരു തീരുമാനം എടുക്കണ്ട എന്നേ ഞാൻ പറയൂ. എന്തൊരു പുലിവാലാണ് ഈശ്വര ഇത്. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നീ ഇതങ്ങട് വീശ. എല്ലാ ഒത്തുവന്ന ഒരെണ്ണത്തിനെ കണ്ടു കിട്ടിയപ്പോ ഇങ്ങനൊരു കുരിശ്. കറക്റ്റ്. ഈ കുരിശ് നീ പേറണ്ട രവി. പക്ഷേ ഒരു ഫോൺ വന്നുകൊണ്ട് മാത്രം ഇത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. ഹലോ, ഉണ്ട്, കൊടുക്കാം. അച്ഛാ, അച്ഛന് ഫോൺ. ഹലോ, ഗോവിന്ദൻ നായരല്ലേ? ആ, ഞാൻ നിങ്ങളുടെ പഴയ ഒരു സുഹൃത്താ, മൊയ്തീൻ. നല്ല ഓർമ്മ കാണില്ല. നമ്മൾ 3ാം ക്ലാസ്സിൽ മാത്രമേ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ മകളുടെ വിവാഹം നിശ്ചയിച്ചതായി അറിഞ്ഞു. വരനെപ്പറ്റി നന്നായി അന്വേഷിച്ചതിന് ശേഷമാണോ ഈ തീരുമാനം എടുത്തത് എന്നെനിക്ക് സംശയമുണ്ട്. ആ ചെറുപ്പക്കാരനെ എനിക്കറിയാം. അയാളൊരു ക്രോണിക് മദ്യപാനിയാണ്, മയക്കുമരുന്നിന്റെ അടിമയാണ്. അയാളെ മയക്കുമരുന്നുകളിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഈ വിവാഹം വേണ്ടെന്ന് വെക്കുന്നതല്ലേ ബുദ്ധി? ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. അതെ, ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. 1 രൂപ കോയിനുണ്ടോ? ഫോൺ ചെയ്യാൻ രൂപ. അവരിങ്ങ് വരട്ടെ, ഞാനിന്ന് അവന് ശരിയാക്കുന്നുണ്ട്. വേറെ ലോകക്കാരിലുള്ള പെണ്ണൊന്നും ഈ പഠിക്കാത്ത കാര്യത്തില്ല. വല്ല അസൂയക്കാരുടെ പണിയായിരിക്കാൻ പറ്റി. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറയുന്ന കാര്യങ്ങളിലൊന്നും നീ തലയിടരുത്. മുത്തശ്ശി, അവൻ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ അവൻ എന്തുകൊണ്ട് അത് രവിയോട് നേരിട്ട് വന്ന് പറഞ്ഞുകൂടാ? ഫോണിൽ മാത്രം പറയുന്നത് തന്നെ ഒരു കള്ള ലക്ഷണമാണ്. വിജി, അറിയാത്ത കാര്യത്തിൽ നീ കയറി അഭിപ്രായം പറയണ്ട. ആ കാമുകന്റെ കാര്യം ആലോചിക്കുമ്പോ എന്റെ മനസ്സുരുകയാ. പാവം. അപ്പൊ രവിയുടെ കാര്യത്തിലല്ല ഹരിയേട്ടന് വിഷമം? അല്ലെന്ന് ആര് പറഞ്ഞു? ഒരു നാണയത്തിന്റെ 2 വശവും നമ്മൾ നോക്കണമല്ലോ. ഒരു വശത്ത് കാമുകൻ, മറുവശത്ത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രവി. രവി ഒരു ചീത്തപ്പെണ്ണിനെ കെട്ടണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ഈ കോളനിയുടെ അന്തസ്സിന്റെ പ്രശ്നമാണിത്. വേണ്ട മുത്തശ്ശി, ഈ ബന്ധം നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാനൊന്നുമില്ല. തെറ്റിയിട്ടില്ലല്ലോ. ഭാസ്കരനും വിശാലാക്കി എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിട്ട് ഗൾഫിൽ പോയിരിക്കുന്നത്. അതെ, അവന്റെ കാലിന്റെ മുട്ടെന്ന് ഞാൻ തല്ലിയോടി. കറക്റ്റ്. അവനെങ്ങാനും എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ... ആരെടാ? അവളെ ലോഹിക്കാരനെ. ലോഹ്യക്കാരനും കുന്തമൊന്നുമല്ല. എനിക്ക് ഫോൺ ചെയ്തപ്പോ ആ തെണ്ടി പറഞ്ഞത് മുഴുവൻ എന്തുവിന്റെ കുറ്റം. ഇന്ന് അവളുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാൻ മദ്യപാനിയാണ്, മയക്കുമരുന്നിന് അടിമയാണെന്നൊക്കെ. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? കള്ളറാസ്കൽ. നമ്മൾ വെറുതെ അവനെ കുറ്റം പറയുന്നത് എന്തിനാ രവി? 1000 ആണുങ്ങൾക്ക് 1057 സ്ത്രീകളാണ് കേരളത്തിൽ. നമുക്ക് വേറെ പെണ്ണിനെ കിട്ടില്ലേ? നീ ചുമ്മാതിരിക്കാരി. ആ കള്ള ബെടുക്കൂസ് വെറും മണ്ടനാ. അവിടെ ഇവിടെ വിളിച്ചു പറഞ്ഞത് 2 കാരണങ്ങളാ. അതുകൊണ്ട് തന്നെ അവന്റെ രോഗം കണ്ണുകടിയാണെന്ന് അവർക്കും എനിക്ക് മനസ്സിലായി. അവിടെ വിളിച്ചു പറഞ്ഞത് വേറെ ആരെങ്കിലും ആയിക്കൂടെ? പിന്നെ നാട്ടുകാർ മുഴുവൻ ഈ കല്യാണം മുടക്കാൻ സംഘടിച്ച് ഇറങ്ങിയിരിക്കല്ലേ. 2 ഒരുത്തം തന്നെയാ. ഞാൻ ഇന്ദുവിന്റെ വീട്ടിൽ പോയിരുന്നു. ഞങ്ങൾ പരസ്പരം സംസാരിച്ചു, തെറ്റിദ്ധാരണ നീക്കി. കല്യാണം പറഞ്ഞ തീയതിക്ക് തന്നെ നടക്കും. ഓഹോ, മോനെ രവി, ഒന്നുകൂടി. മുത്തശ്ശി മിണ്ടാതിരിക്കെ. മുത്തശ്ശി അല്ലല്ലോ കെട്ടുന്നത്, ഞാനല്ലേ. ഇതുകൊണ്ടുണ്ടാകാവുന്ന ഗുണവും ദോഷവും ഞാൻ അനുഭവിച്ചോളാം. പോരെ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ചായ എടുക്കട്ടെ? ദാഹം പോയി. ഹരി, നാളെ നമുക്ക് ഇൻവിറ്റേഷൻ കാണുന്ന ഡ്രാഫ്റ്റ് ചെയ്യാം. അത് ബാങ്കിൽ ഭയങ്കര ഓവർ ഡ്രാഫ്റ്റും പ്രശ്നങ്ങളൊക്കെയാ. ഇത് ഡ്രാഫ്റ്റ് ചെയ്യാൻ നീ വേറെ ആരെങ്കിലും നോക്കിക്കോളൂ കേട്ടോ. പാവൻ രവി, മൂപ്പരാകെ ടെൻഷനില്ല. അതിലും ടെൻഷനില്ല ഞാൻ. ഹരിയേട്ടൻ എന്തിനാ ടെൻഷൻ? ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത ഞാൻ നിന്നോടെങ്ങനെ പറയും? എന്താ ഹരിയേട്ടാ? ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ നീ, രണ്ടിലൊരാൾ മരിക്കാൻ പോവുകയാണ് വിജയ്. ഞാൻ സത്യമായിട്ടും പറയാ,
ഹരിയേട്ടൻ ആകെപ്പാട് എന്തൊക്കെയോ കുഴപ്പത്തില. അതെ, ഇതറിഞ്ഞത് മുതൽ ഞാൻ കുഴപ്പത്തില്ല. ഒരാഴ്ച മുമ്പ് പ്രഗത്ഭനായ ഒരു ജ്യോത്സ്യനെ ഞാൻ കാണാനിടയായി. എന്നെ കണ്ടപ്പോ തന്നെ അങ്ങനെ ഞെട്ടിപ്പോയി. എന്നിട്ടൊരു പറച്ചില, മരണമെടുത്തു. ഒന്നുകിൽ നീ, അല്ലെങ്കിൽ സഹധർമ്മിണി പാമ്പ് കടിയേറ്റ് മരിക്കും. നമ്മുടെ വീട്ടിൽ മുൻപ് താമസിച്ചിരുന്ന മുസ്തഫ തങ്ങളുടെ ഭാര്യ കത്തിക്കാനുള്ള വിറകിനോടൊപ്പം ഒരു സർപ്പത്തിന്റെ 7 കുഞ്ഞുങ്ങളെ അറിയാതെ ചുട്ടുകരിച്ചു കൊന്നു. അന്ന് ആ സർപ്പം പ്രതിജ്ഞയെടുത്തു, 5 വർഷത്തിനുള്ളിൽ ഈ വീട്ടിൽ താമസിക്കുന്ന ഒരാളെ കടിച്ചു കൊല്ലുമെന്ന്. ആ 5 വർഷം തികയാനിനി 7 ദിവസങ്ങളേ ഉള്ളൂ വിജി. അതെന്തിനാ സർപ്പം 5 വർഷം ടൈം കൊടുത്തത് കൊല്ലാൻ? അത് സർപ്പത്തിന്റെ ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ഈ വീട് വിറ്റ് വേറെ വീട്ടിലേക്ക് മാറും. ഹരിയേട്ടാ, ഇത് 20-ാം നൂറ്റാണ്ടാണ്. സർപ്പം, പ്രതിജ്ഞ, മണ്ണാങ്കട്ട, ഇതൊന്നും വിശ്വസിക്കാൻ എന്നെ കിട്ടില്ല. വിജി പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഇതുപോലത്തെ കെട്ടുകഥകൾ തട്ടിവിടുന്ന ജ്യോത്സ്യന്മാർക്ക് നല്ല അടി കൊടുക്കുക വേണ്ടത്. ഇത് മൂർഖൻ അണലി, ചേനത്തണ്ടം, വെള്ളിക്കെട്ടൻ, കരിമൂർക്കൻ, രാജവമ്പാല, ചേര, നീർക്കോലി എല്ലാമേ ഉള്ള ഇരിക്കുന്നത്. എന്താ പാമ്പ് വേണം? എനിക്കങ്ങനെ ഒരു പാമ്പിനോടും പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. പക്ഷെ കണ്ടാൽ എന്റെ ഭാര്യ നടുങ്ങണം, ഞെട്ടി വിറക്കണം. ഈ വീട്ടിൽ ഇനി താമസിക്കാൻ വയ്യേ എന്നും പറഞ്ഞു ഓടണം. ஆமா அப்படின்னா இந்த மூர்க்கன் தான் சார் நல்லது. இந்த பத்தி இல்லாம விடர்த்தி பயங்கரமான உருவத்திலே காட்டுறேன். உங்க பொண்டாட்டி என்ன இந்த மனித சமுதாயமே நடுங்குற ஒரு பாம்போட நான் வர்றேன். അത്ര ഭയങ്കരം വേണമെന്നില്ല. ഒരു നീർക്കോലിയെ കണ്ടാൽ തന്നെ വരണ്ട ഓടുന്നവളാ അവള്. അപ്പൊ എത്ര മണിക്ക് വരും? சூரியன் மறைஞ்சதும் நான் உங்க வீட்டு பின்னாடியா வந்து எங்கேயாவது ஒளிஞ்சு நிக்கிறேன். எப்படி? ശരി ശരി ശരി. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ஆமா, ഇത്രയും അഡ്വാൻസ്. ബാക്കി സംഗതി വിജയിച്ചതിന് ശേഷം പോട്ടെ. தைரியமா போங்க சார். நம்ம தமிழ் குலமே வாழ்க, கலைஞர் கருணாநிதியே வாழ்க. கடவுளே காப்பா. பயப்படாதே, நான் தான். എന്തായി? எல்லாமே ரெடி சார். இந்த பாம்பு இழஞ்சழிஞ்சு முட்டத்தோட்டு வரும். அப்ப பொண்டாட்டிக்கு காட்டு கொடுங்க. அதுக்கப்புறம் நீங்க உள்ள போங்க. இந்த பாம்பு ஓடி ரோட்டிலே போகும், நான் பிடிக்கும். எப்படி? കറക്റ്റ്. அப்ப പാമ്പ് വിടുത്തുമാ. ഇപ്പോഴാണ് എടോ എന്റെ ഭാര്യ എങ്ങനെയെങ്കിലും പിടിച്ച് മുറ്റത്ത് കൊണ്ടൊന്ന് ഇരുത്തണ്ടേ? ஆமா ஆமா, ഒരു കാര്യം ചെയ്യാം. പാമ്പിനെ വിടേണ്ട സമയമാകുമ്പോ ഞാൻ ഉറക്കെ ഒരു വിസിലടിക്കും. വിസിലടിച്ചതും പാമ്പിനെ വിട്ടേക്കണം. இந்த விசில. ஆமா. ஆமா, ரெடி சார், ரெடி. വിജി, ദാ വരുന്നു. ഈ കസേരയൊക്കെയായിട്ട് എങ്ങോട്ട് പോകുന്നു? ഇങ്ങോട്ട് വാ, പറയാം. മുറിക്കകത്ത് തന്നെ ഇരുന്നാൽ മനസ്സ് മുരടിച്ചു പോകും വിജി. ഞാൻ ഒത്തിരി നാളായി വിചാരിക്കുന്നതാ കാർ പോർച്ചിൽ കസേരയൊക്കെ ഇട്ടിരുന്ന് പല പല നർമ്മ സംഭാഷണങ്ങളും നമുക്ക് നടത്തണമെന്ന്. ഇന്നാണ് ഒരു അവസരം കൈവന്നത്. വരൂ. ഞാൻ ചപ്പാത്തിക്ക് മാവ് ഒഴിച്ചു വെച്ചിരിക്കുക. ഐ ഡോണ്ട് കെയർ ചപ്പാത്തി. എനിക്കിത് ഭയങ്കര മൂഡ്. എ മോസ്റ്റ് റൊമാൻറ്റിക് ഈവനിങ്. എന്റെ മനസ്സിൽ വിവിധ വികാരങ്ങളുടെ വേലിയേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് വിജി. വരൂ വരൂ വരൂ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇരിക്കൂ 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 വിജി. ഈ ഹരിയേട്ടന് ഓരോ നേരത്തെ ഓരോ ഭ്രാന്ത. Yes, I am mad because I am in love. A man in love is ridiculous to watch. എന്നോട് സ്നേഹത്തോടെ എന്തെങ്കിലും സംസാരിക്കും വിജി. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ ഈ കാണിക്കുന്നേ? ഞാൻ അറിയാതെ കുറച്ച് ഇമോഷണൽ ആയി പോയി. ഇമോഷണലായ ഞാൻ എപ്പോഴും ചൂടായിരിക്കും. നമ്മുടെ ഗാർഡനിലേക്കും പൂച്ചട്ടികളിലേക്കും വെറുതെ നോക്കിയിരുന്നോളൂ. എന്ത് ഭംഗിയാണത് കാണാനല്ലേ. എന്ത് പൂച്ചട്ടി? പല പൂച്ചട്ടികളും. പാമ്പ്, അയ്യോ പാമ്പ്, ഞങ്ങളുടെ വീട്ടിൽ പാമ്പ് കയറി, പാമ്പ് കയറി, പാമ്പ്, പാമ്പ്, പാമ്പ് കയറിയേ, പാമ്പ്, പാമ്പ്, എന്താ മോനെ? വിജയല്ലേ കിടന്ന് നിലവിളിക്കുന്നത്? എന്താ നോക്കാം, വാ. എന്താ വിജി, എന്തിനാ കരയുന്നത്? മുത്തശ്ശി, അകത്ത് പാമ്പുണ്ട്, സൂക്ഷിച്ചു നിന്നോ. അയ്യോ പാമ്പോ? പാമ്പെന്ന് പറഞ്ഞാല് എനിക്ക് ഭയങ്കര അർത്ഥ. നീ അതിനെ കൊന്നിട്ട് വന്നാ മതി. അയ്യോ മച്ചി, നീ എങ്ങോട്ടടി? ആ വിജയ അകത്തുണ്ടോ നോക്ക്. പെൺപിള്ളേരായാലും ഇങ്ങനെ പേടി പാടില്ല. അയ്യോ എന്താ എന്താ? എന്താണെന്ന് എനിക്കൊരു പിടിയില്ല. ഡോക്ടർ പോയി നോക്കിക്കേ. ഒരു പിടിയില്ല. അങ്ങനെ ഒരു കാര്യം. പാമ്പെവിടെ? അല്ല, ഹരി എവിടെ? ഹരിയേട്ടൻ എവിടെ പോയെന്നറിയില്ല. പാമ്പിന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. എന്നാ പിന്നെ അവിടെ തന്നെ നിന്നോ, ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാ മതി.
എവിടെ പാമ്പ് എവിടെ? എന്റെ പോക്കറ്റിൽ പാമ്പ് പാമ്പെന്ന് പറഞ്ഞ് വിളിച്ചു പോകുമ്പോ സദ്യ ഉണ്ണാൻ വരുമ്പോൾ വരാതെ ഒരു വടിയായിട്ട് വന്നൂടെ ഡോക്ടറെ? ആ വടിയും കൊണ്ടുവന്നേ. ഓട്ടി പോലെ കയറി വരും. ഓ പിന്നെ ഞാൻ അങ്ങോട്ട് പോ, പാമ്പ് ഇങ്ങോട്ട് വന്നാലോ? ആ കട്ടലിന്റെ ഓട്ട് നോക്കണോ? അവിടെ ഉണ്ടാവും ചിലപ്പോ. ഇങ്ങോട്ട് വഴി മാറണോ? എങ്ങോട്ടേ പോകുന്നത്? മുകളിലേക്കൊന്നും പാമ്പ് കയറി പോവില്ല ഇല്ലേ? അല്ലേ ഞാൻ പോട്. അയ്യോ എന്നെ പാമ്പ് കടിച്ചേ, എന്നെ പാമ്പ് കടിച്ചേ. പാമ്പിന്റെ വാക്കകത്തോട്ട് കാല് കയറ്റി വെച്ചു കൊടുത്താ പിന്നെ എങ്ങനെ അത് കടിക്കാതിരിക്കുന്നേ? നിങ്ങൾ എന്തോന്നായി പറയുന്നേ? പാമ്പിന്റെ വായി കാല് കയറ്റാൻ ഇവൻ എന്താ വട്ടുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് സംശയം. ഇത്രയും പേര് ഇതിനകത്ത് കയറിയിട്ട് ആ പാമ്പ് എവനെ മാത്രം തെരഞ്ഞുപിടിച്ച് കടിച്ചെന്താ? അതാണ് ഞാൻ പറഞ്ഞത്, സർപ്പശാപം. ആ എടോ ഹരികൃഷ്ണ, ഈ വീട് കെട്ടിയത് പട്ടണക്കാട്ട് മുസ്തഫ തങ്ങളാണ്. അയാളുടെ കയ്യിൽ നിന്ന് നീ ഈ വീട് വാങ്ങുന്നതിന് മുമ്പേ എനിക്കറിയാം പാമ്പ് പോയിട്ട് ഒരു തേള് പോലും ഇക്കാലം വരെ ഈ കാമ്പൗണ്ടിനകത്ത് കയറിയിട്ടില്ല. യവൻ എന്നാടി ഇത്രയും വലിയ അന്ധവിശ്വാസിയായി? എന്തായാലും ഇനി ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ധൈര്യമില്ല. ഇത്രയും കാലം താമസിച്ചില്ലേ? നിനക്ക് പാമ്പിനെ പേടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എവിടുന്നെങ്കിലും ഒരു കീരിയെ കൊണ്ടൊന്ന് പോറ്റിക്കും. ഏത് പാമ്പിനെയും കീരി നേരിട്ടോളൂ. എന്നിട്ട് വേണം കീരിയും കൂടി എന്നെ കടിക്കാൻ. നാളെ രവിയുടെ കല്യാണമാ. അടുത്ത വീട്ടിൽ പാമ്പ് കടിയേറ്റ ഒരു രോഗി ഇങ്ങനെ കിടക്കുമ്പോ കല്യാണം ശുഭാവുകയില്ല. അതുകൊണ്ട് നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം വിജി. അയ്യോ അത് പാടില്ല ഹരി. കുറച്ചു ദിവസത്തേക്ക് ശരീരം അണ്ണുവട ഇളക്കാൻ പാടില്ലെന്ന് വൈദ്യുതി പറഞ്ഞല്ലേ? പിന്നെ ഞാനിപ്പോ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ബുദ്ധിയും വിവരമുള്ളവർ പറയുന്നതനുസരിച്ച് അനങ്ങാതെ കിടക്കുക, അത്രയും മതി. കഴിയുന്നവരെ ഒരു ടെൻഷനാ. മോനെ നന്നായി വരും. എല്ലാരും ഉണ്ടല്ലോ. അമ്മച്ചു വന്നില്ലേ? ആ പഠിച്ചു. ഹരിയില്ലാത്തോണ്ട് മനസ്സിന് ആകെ ഒരു വിഷമം. മരുന്നും ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. ആ അമ്മ ഇതുവരെ പോയില്ല, ഇവിടെ ഉണ്ട്. ഉണ്ടല്ലേ? എന്നാ രവി ഇറങ്ങിയല്ലേ? സമയായി. വരൂ വരൂ. ഇറങ്ങാം. ശരി. ഇറങ്ങട്ടെ. ഇറങ്ങുന്നേ. நீங்க பாம்பு பின்னாடியா வீட்டுக்குள்ள ஓடியது எதுக்கு? എതുക്കെങ്കിലും ആകട്ടെ. ഇത് കണ്ടോ, മൂർഖന്റെ 3 പല്ല മുറിവായി ഇന്ന് വൈദ്യൻ എടുത്തത്. ദ്രോഹി. பாம்பு சாஸ்திரம் தெரியுமா சார் உங்களுக்கு? എനിക്കൊരു മണ്ണാങ്കട്ടയും തെരിയണ്ട. ஆமா ஆமா தெரிய வேണ്ടെങ്കിൽ தெரிய வேண்டாம். நான் போறேன். அந்த காசை கொடு. കാശോ? ஆமா பாம்பை நீங்க கொண்டுட்டுங்க 2000 രൂപ கொடு. എങ്ങനെ എങ്ങനെ? பாம்பினோட വില സാർ 2000 രൂപ. ഇതേ എനിക്ക് ബ്ലഡ് പ്രഷർ വന്നാലുണ്ടല്ലോ വിഷം പിന്നെ മേലോട്ട് കയറും. പിന്നെ ഞാനൊന്ന് കടിച്ചാലുണ്ടല്ലോ നീ ചാവും. മിരട്ടാമ കാശ് കൊടുത്ത പാമ്പെ കൊത്ത് കളിക്കണേ. കാശ് കൊടു. ഹരി ഇവനേതാ? അതമ്മേ ഇവനെന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. അയ്യോ ഇവനോ? ഒരു ഫാൻസി ഡ്രസ്സിന്റെ മത്സരത്തിന് പോകുന്ന വഴിക്ക് എന്നെ കണ്ടപ്പോ ഇങ്ങോട്ടൊന്ന് കേറിയതാ. നന്നായിട്ടില്ലേ അമ്മേ? ആ என்ன சொல்ற என்ன சொல்ற? ഹരി അകത്ത് വന്ന് കിടക്ക. അമ്മ ചെല്ലു, ഞാനിപ്പോ വരാം. ഞങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കാനുണ്ട്. வீட்டுக்குள்ள யாருமே இல்ல அந்த பொய் சொல்லியாச்சு இல்லையா? 2000 രൂപ ഉടനടിയാ കൊടുക്കല என்ன എല്ലാ രഹസ്യവും ചൊല്ലി കൊടുപ്പേ. അമ്മ താഴെ എന്റെ പൊന്നു പാമ്പാട്ടി, എന്നെ ചതിക്കരുത് ചതിക്കരുത് ചതിക്കരുത്. കൊടു കാശ കൊടു. കാശ് ഞാൻ ബാങ്കിൽ വന്നാ തരാം. வர்றேன். ஆனா ஏமாத்த பார்த்தேன். ഞാൻ നോക്കട്ടെ. ഞാനൊന്ന് ഷേവ് ചെയ്യാൻ തുടങ്ങിയതാ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇവിടെ കാത്തു നിൽക്കുമ്പോ ഇവനാരടാ ഇവൻ? പോയി ഷേവ് ചെയ്തിട്ട് പാടൂ. മുഖം മുഴുവനും ഉണ്ടല്ലോ പാത. കണ്ണിന്റെ പുരിയും കൂടെ ഷേവ് ചെയ്യാൻ പോവാണ്. ഇത് മിസ്റ്റർ? അല്ലല്ല, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. നേരത്തെ കണ്ടിട്ടുണ്ടോ? അതെ, ലോ കോളേജിൽ വെച്ച്. ലോ കോളേജിൽ വേറെ എത്ര ഹരീഷ്ണന്മാർ കാണും? എന്നെ കണ്ടതായി ഓർക്കുന്നില്ലേ? തീരെ ഓർക്കുന്നില്ല. എങ്ങനെ ഞാൻ ഷേവ് ചെയ്യട്ടെ? ലോ കോളേജിൽ പഠിച്ചിട്ടില്ലേ? പിന്നീട് ഇവൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ആണോ? എങ്കിൽ ഞാൻ വിചാരിക്കുന്ന അതേ ഹരീഷൻ തന്നെ. ഞാൻ ജൂനിയർ ആയിരുന്നു. പിന്നെ നിനക്കെന്താ ഓർമ്മയില്ലാത്തത്? പാമ്പ് കടിച്ചപ്പോ ഓർമ്മയെല്ലാം പോയി. ഞാൻ പോയി ഷേവ് ചെയ്യട്ടെ? ചെന്ന് ചെയ്തു തൊലക്ക്.
സ്വന്തം നാടിവിടെ, സ്വന്തം വീടിവിടെ, സ്വന്തം ഭാര്യയും. ഇതൊക്കെ വിട്ടേച്ച് താൻ എങ്ങോട്ടായി ട്രാൻസ്ഫർ ആയി പോകുന്നേ? സാറിന് അറിയില്ലേ, ഈ പറഞ്ഞ സ്വന്തം നാട്ടില്, സ്വന്തം വീട്ടില്, സ്വന്തം ഭാര്യയുടെ സമീപത്ത് വെച്ചല്ലേ എന്നെ പാമ്പ് കടിച്ചത്? ആ പാമ്പ് ചത്തുപോയില്ലേ? അതാണ് പ്രശ്നം. ഈ ചത്തതിന്റെ ഇണ ഇനി വന്നെന്നോട് പ്രതികാരം ചെയ്യില്ലെന്ന് ആര് കണ്ടു? കൊള്ളാം. അപ്പൊ എം ഡിക്ക് ഞാൻ എന്തെഴുതണം? പാമ്പ് കടി ഭയമുള്ളത് കൊണ്ട് ഹരികൃഷ്ണ ട്രാൻസ്ഫർ വേണമെന്നോ? സാർ എന്നെ സഹായിച്ചേ നോക്കൂ. നിവർത്തിയില്ല ഹരി. 6 മാസത്തേക്ക് ഈ ഓഫീസിൽ ഒരു ട്രാൻസ്ഫറും സാധ്യമല്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. നിക്കവിടെ. താൻ ഒരു നികൃഷ്ടനാണ്. തനിക്കെന്നെ അറിയില്ലല്ലേ, പരിചയമില്ലല്ലേ? കണ്ടുമുട്ടിയ ഉടനെ ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ തന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. എത്രയും പെട്ടെന്ന് താൻ കാണിച്ച വഞ്ചനയ്ക്ക് പരിഹാരം ചെയ്തില്ലേ ഉറക്ക ഞാനിത് എല്ലാവരോടും വിളിച്ചു പറയും. എങ്കിൽ നിന്നെ എന്താ ഇത്? അച്ഛാ, എന്താ ഇത്? ഹരി, വിട്. മാറരുത്. എന്ത് പറ്റി? ഡോക്ടറുടെ കഴുത്ത് ഉളുക്കി എന്ന് പറഞ്ഞപ്പോ ഞാനതൊന്ന് പിടിച്ച് നേരെയാക്കിയതാ. അല്ല ഇവനെ കൊല്ലാൻ നോക്കി. ഡോക്ടർ ഡോക്ടറല്ല, നേഴ്സ്. മതി. ഇനി ഇവിടെ കിടന്നുള്ള കുടിയും കടിയൊന്നും വേണ്ട. ഹരി ഒന്ന് പോയേ. ചേച്ചി, ഞാൻ നേരം ഒത്തിരിയായില്ലേ, പോകാനാ പറഞ്ഞത്. ഡോക്ടർ, ഞാൻ മനഃപൂർവ്വം അല്ല. ഓ, പിന്നെ തമാശക്ക് എല്ലാവരും അഞ്ഞൂന് കഴുത്ത് പിടിച്ചേക്കാണ്ട് പതിവ്. ഒന്ന് പോടോ. ഡോക്ടർ, പോടോ. എന്താ ഉണ്ടായേ? കണ്ടില്ലേ, ജാപ്പ് ചത്തുപോയനെ. എന്തിനാണെന്നാ ചോദിച്ചത്? അത് അയാളുടെ പോയി ചോദിക്കണം. പ്രിയപ്പെട്ട പുരുഷു, ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ വിവാഹം നടന്നു. കഷ്ടകാലം എന്ന് പറയട്ടെ. അയാളുടെ ഭാര്യയായി വന്ന LLB-കാരി യുവതിക്ക് എന്റെ ജീവിതത്തിലെ നീചമായ ഒരു രഹസ്യം അറിയാം. നിന്നോട് ഇതുവരെ ആ രഹസ്യം മറച്ചു വെച്ചതിന് ക്ഷമിക്കുമല്ലോ. മേൽപ്പറഞ്ഞ യുവതി ഇപ്പോഴെന്റെ അയൽവാസിയാണ്. ഇതുവരെ അവൾ ആ രഹസ്യം എന്റെ ഭാര്യയോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഏത് നിമിഷവും പറഞ്ഞേക്കാം. പൂച്ചകൾ എലികളെ കൊല്ലുന്നതിന് മുമ്പ് അതിനെ തട്ടിക്കളിക്കും പോലെ എന്നെ ഇട്ട് വീർപ്പുമുട്ടിക്കാനാവും അവളത് പറയാതിരിക്കുന്നത്. അവൾ ഒരിക്കലും എന്റെ ഭാര്യയോടത് പറയാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം പുരുഷു? സാർ, എന്താ ഇത്? കുറച്ച് ഫ്രൂട്ട്സ്. ഓഹോ, ഞാൻ വിചാരിച്ചു തേങ്ങയാണെന്ന്. ഇത് എന്തിനാണെന്നാ ചോദിച്ചത്? തലയെ തെച്ച് കുളിക്കാൻ സാധാരണ അതിനാണ് ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത്. സാറേ, ഞാൻ സാറിനെ കണ്ട് നന്ദി പറയാൻ വേണ്ടി വന്നതാ. കാര്യം? ഞാൻ ഈ മോഷണം നിർത്തി സാറേ. അയ്യോ, അതെ, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുക. എന്തെങ്കിലും ഭാരവാഹിയാക്കാന്ന് പാർട്ടി സെക്രട്ടറി ഏറ്റിട്ടുണ്ട്. കാലം നോക്കാം, സ്കോപ്പ് ഇല്ലേ നമ്മളെ തൊഴിലിലേക്ക് തന്നെ മടങ്ങും ചെയ്യാം. പിന്നെ ഇത്രയും കാലത്ത് എന്റെ ഔദ്യോഗിക ജീവിതത്തില് സാർ എനിക്ക് ചെയ്തെന്നുള്ള സഹായം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. സാറിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കാൻ മടിക്കരുത്. തൽക്കാലം നിന്റെ ഒരു സഹായം ആവശ്യമില്ല. നീയൊക്കെ നന്നായിരുന്നാ മാത്രം മതി. സാർ, എന്നാ ഞാൻ പോട്ടെ. ആ, ചെല്ലേ. ഞാനിവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം വായിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു സാർ. അവൾ ആ രഹസ്യം വെളിപ്പെടുത്തിയാൽ പിന്നെ നിന്റെ സുഹൃത്ത് ഹരികൃഷ്ണൻ ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല. എത്രയോ കേസുകൾ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്ത് നിനക്ക് ഇതിനൊരു പരിഹാരം പറഞ്ഞു തരാനാവും. എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല പുരുഷു. ഉടൻ മറുപടി അയക്കണം. നിർത്തട്ടെ. സ്വന്തം ഹരികൃഷ്ണൻ. ഹരി സാർ, പ്രിയ സ്നേഹിതൻ ഹരികൃഷ്ണ, നീ എന്തോ വലിയൊരു ദുർഘടത്തിൽ പെട്ടിരിക്കുന്ന അറിഞ്ഞ് അത്യധികം വ്യസനിക്കുന്നു. ഭയപ്പെടാതിരിക്കുക. എല്ലാത്തിനും ഞാനുണ്ടടാ കൂടെ. കത്തിൽ മുഴുവൻ രഹസ്യം രഹസ്യം എന്ന് പറയുന്നതല്ലാതെ ആ രഹസ്യം എന്താണെന്ന് നീ എഴുതി കണ്ടില്ല. ഒരു കാര്യം ചെയ്യും. നിന്റെ രഹസ്യം അറിയാവുന്ന നിന്റെ സ്നേഹിതന്റെ ഭാര്യയെയും നിന്റെ ഭാര്യയും തമ്മിൽ അടുപ്പിച്ചിട്ട് പിന്നീട് ഒരിക്കലും കണ്ടാൽ മിണ്ടാത്ത പരുവത്തിൽ അവർ തെറ്റിപ്പിരിയാൻ എന്തെങ്കിലും വഴി ആലോചിക്കുക. മിണ്ടിയാലല്ലേ രഹസ്യം പുറത്താവൂ. അതുകൊണ്ട് എങ്ങനെയും അവരെ അകറ്റുകയേ മാർഗമുള്ളൂ. അയ്യോ, SI എത്തി. അതുകൊണ്ട് കത്ത് ചുരുക്കുന്നു. സ്വന്തം പുരുഷോത്തമൻ. ഫയലും കൊണ്ട് ഇതിനകത്ത് കയറിയോ? അത്യാവശ്യമായിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. ഒരു കാര്യം ചെയ്യും. നിന്റെ രഹസ്യം അറിയാവുന്ന നിന്റെ സ്നേഹിതന്റെ ഭാര്യയെയും നിന്റെ ഭാര്യയും തമ്മിൽ അടുപ്പിച്ചിട്ട്
പിന്നീട് ഒരിക്കലും കണ്ടാൽ മിണ്ടാത്ത പരുവത്തിൽ അവർ തെറ്റിപ്പിരിയാൻ എന്തെങ്കിലും വഴി ആലോചിക്കുക. മിണ്ടിയാലല്ലേ രഹസ്യം പുറത്താവൂ. അതുകൊണ്ട് എങ്ങനെയും അവരെ അകറ്റുകയേ മാർഗമുള്ളൂ. രവിയേട്ടാ, ഉം? ഇത് എപ്പോ വാങ്ങിച്ചോണ്ട് വന്നു? എന്ത്? എന്നെ ഞെട്ടിക്കാൻ വേണ്ടി പറയാതിരുന്നതല്ലേ? മനസ്സിലായില്ല. കളി മതിയാക്ക്. ഇത് എത്ര പവനാ? സത്യമായിട്ടും എനിക്ക് കാര്യം പിടിയിട്ടില്ല. ചുമ്മാതിരി. സ്വർണ്ണമാല ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്നില്ലല്ലോ. ഇതെവിടെ കിട്ടി? നമ്മുടെ കിടക്കേന്ന്. കിടക്കെന്നോ? കല്യാണം കഴിഞ്ഞ് ബാങ്ക് ബാലൻസ് വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന എനിക്ക് സ്വർണ്ണമാല വാങ്ങിക്കാൻ വട്ടുണ്ടോ? ഇതെങ്ങനെ സംഭവിച്ചു? സംഭവിച്ചത് സംഭവിച്ചു. നമ്മൾ അവളോട് വഴക്കിനൊന്നും പോകുന്നില്ല. എന്നാലും ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു പെണ്ണ് വീട്ടിൽ കയറി വന്ന് മാല മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ, ഞാൻ റോട്ടിൽ നിന്ന് ജനലിൽ കൂടി നോക്കുമ്പോ അവള് നിന്റെ മാല കഴുത്തിലിട്ടോണ്ട് കണ്ണാടിയിൽ ഭംഗി നോക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഞാനിത് വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല. എങ്കിലാ മാല ഇവിടെ കാണിക്കും. അതെന്റെ കയ്യിൽ നിന്ന് തന്നെ എവിടെയോ കളഞ്ഞുപോയി. ഓക്കെ, കളഞ്ഞുപോയി. ആ കളഞ്ഞുപോയ മാല അവളുടെ മുറിയിൽ കാണുകയാണെന്നിരിക്കട്ടെ. കാണില്ലല്ലോ. നീ സൂത്രത്തിൽ അവിടെ ചെന്നൊന്ന് തപ്പ്. അഥവാ നീ എവിടെ മാല കണ്ടാൽ ആ നിമിഷം നീ അവളുമായി അകലുമല്ലോ. അകലണം. പിന്നെ നീ അവളോട് മിണ്ടുകയോ അവൾ പറയുന്നത് ഒന്നും വിശ്വസിക്കുകയോ ചെയ്യരുത്. വിജിയുടെ മാല കാണാതെ പോയോ? ഇതെങ്ങനെയാ ഞങ്ങളുടെ കിടക്കെ വന്നതെന്ന് അറിയില്ല. മുത്തശ്ശിയെ കാണിച്ചപ്പോഴാ മനസ്സിലായത് മാല വിജിയുടേതാണെന്ന്. ഇതെന്ത് കഥ? ഇവിടെ കിടന്ന മാല എങ്ങനെ അവിടെ എത്തി? വല്ല കാക്കയോ കോഴിയോ മറ്റോ കൊത്തിക്കൊണ്ടിട്ടതാവും. എന്തോ മായാജാലം തന്നെ. ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കായിരുന്നു. താങ്ക് യു. എന്തോ അല്പനേരം കൂടി കഴിഞ്ഞെങ്കിൽ എന്തുമാത്രം പ്രശ്നമായേനെ. എന്ത് പ്രശ്നം? അല്ല, ഒന്നുമില്ല. ഹരി, ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാ. ഞങ്ങളുടെ കല്യാണത്തിനോ തനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഇതിനെങ്കിലും നോ എന്ന് പറയരുത്. നമ്മളൊരു കമ്പൈൻഡ് ഹണിമൂൺ ട്രിപ്പ് പോകുന്നു, കൊടൈക്കനാലിലേക്ക്. താനും വിജിയും ഞാനും എന്തു പറയുന്നു? ഹരിയേട്ടൻ എന്നെ ഇതുവരെ എവിടെയും കൊണ്ടുപോയിട്ടില്ല. ഇവർക്കെങ്കിലും വിളിക്കാൻ തോന്നിയല്ലോ. നമുക്ക് പോവാം ഹരിയേട്ടാ. ഓക്കെ, ഫൈൻ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. എനിക്ക് ഓഫീസിൽ ചെന്നാൽ ലീവ് ഒക്കെ ഒന്ന് ശരിയാക്കാം. കള്ളി പിടിക്കപ്പെടുമെന്നായപ്പോ തൊണ്ടി മുതലും കൊണ്ട് നേരിട്ട് കോടതിയിൽ ഹാജരായിരിക്കുക. ആ പാവം കുട്ടിയെ പറ്റി അനാവശ്യം പറഞ്ഞ ഹരിയേട്ടന് ശാപം കിട്ടും. നോക്കിക്കോ. ആദ്യം മുതലേ ഈ കല്യാണത്തിന് പാര വെക്കാൻ ഒരുത്തൻ നടക്കുന്നുണ്ടല്ലോ. അവൻ തന്നെ പറ്റിച്ചെന്തോ പണിയായിരിക്കും ഇത്. അല്ല, രാത്രി ആവുമ്പോഴേക്ക് പുറപ്പെടാൻ പറ്റുമോ? മണിക്കൂർ 3 കണ്ണാടിയുടെ മുമ്പിൽ കിടന്നുള്ള ഈ അഭ്യാസം തുടങ്ങിയിട്ട്. എന്ത് ചെയ്തിട്ട് ഈ മുടി അങ്ങോട്ട് ശരിയാവുന്നില്ല. ആ, അത് ശരിയായിട്ടാണ് പുറപ്പെടുന്നതെങ്കിൽ കൊടൈക്കനാലിൽ എത്തുമ്പോഴേക്കും ഒരാഴ്ച കഴിയും. ഇത് നിങ്ങൾ ടെൻഷൻ അടുപ്പിക്കല്ലേ. ഒന്ന് പോയേ. നീ ചെന്ന ഹരിയും വിജയും റെഡിയായി നോക്ക്. ചെല്ല്. പിക്നിക് എന്നും പറഞ്ഞ് കാലത്ത് മുതൽ ഞാനിങ്ങ് ത്രില്ലായി നിൽക്കുക. ഇനിയും ബോർ അടിപ്പിക്കല്ലേ രവിയേട്ടാ. ഇന്ദു പ്ലീസ്, നീ ചെന്ന ഹരിയോടും വിജയോടും ഇറങ്ങാൻ പറ. ചെല്ല്. നീ ഇങ്ങോട്ട് വരണ്ട കേട്ടാ. ഇവരിത് എവിടെ പോവാ? രവിയേട്ടാ, അവരെങ്ങോട്ടാ പോവാ? നീ എന്താ വിജയ് ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും തമാശകളൊക്കെ പറയൂ, നമുക്ക് ചിരിക്കാം. തന്നെത്താൻ പറഞ്ഞങ്ങ് ചിരിച്ചാ മതി. ഇന്ദുനും രവിക്ക് എന്താ തോന്നിയിട്ടുണ്ടാവുക? എല്ലാരും കൂടെ പിക്നിക്കിന് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചതിക്കണ്ടായിരുന്നു. പിക്നിക്കിന് പോകാൻ എനിക്കൊരു മൂഡ് തോന്നിയില്ല. പോകാന്ന് പറഞ്ഞപ്പോ എന്തിനാ പിന്നെ സമ്മതിച്ചത്? അപ്പൊ സമ്മതിക്കണമെന്ന് തോന്നി, പിന്നെ സമ്മതിക്കേണ്ടെന്ന് തോന്നി. പിക്നിക്കിനേക്കാൾ വലുതാണ് എനിക്ക് നിന്റെ വീട്. നിന്റെ അച്ഛൻ എന്റെ അച്ഛനാണ്, നിന്റെ അമ്മയാണ് എന്റെ അമ്മ. എല്ലാരെയും എനിക്ക് ഉടനെ ഒന്ന് കാണാൻ തോന്നിയത് അത്ര വലിയ തെറ്റാണോ? ഇത് എന്ന് മുതലാ എന്റെ വീട്ടുകാരോട് ഇത്ര ഇഷ്ടം തോന്നാൻ തുടങ്ങിയത്? ആദ്യം മുതലേ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നിന്റെ മുമ്പിൽ ഞാനത് പ്രകടിപ്പിച്ചില്ലെന്നേ ഉള്ളൂ. ഒന്നുമല്ല. നിനക്ക് നിന്റെ പേരൻസിനെ കാണാൻ പോകുന്നതിൽ ഇഷ്ടം അവരുടെ കൂടെ പോകാനാണല്ലേ? എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ലോകവിവരവും നിനക്കില്ല. മതി, എനിക്കൊന്നും കേൾക്കണ്ട. ഹരിയേട്ടന് കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. ഹായ് ചേച്ചിയും ഹരിയേട്ടനും. അമ്മേ, അച്ഛാ, ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എനിക്ക് നിങ്ങളൊക്കെ കാണാൻ പെട്ടെന്നൊരു കൊതി തോന്നി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, പുറപ്പെട്ടു. ഞങ്ങളൊരു കല്യാണത്തിന് പോയി ഇറങ്ങിയായിരുന്നു. കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോളൂ. ഞങ്ങൾ ഇനി കുറേ നാൾ ഇവിടെ ഉണ്ടാവും. നഗരജീവിതം മടുത്തച്ഛ.
ഇവിടുത്തെ കുന്നും മലയും പുഴയും കാടും ഗ്രാമീണ ജീവിതത്തിന്റെ തുടിപ്പ് എനിക്ക് ശരിക്കും ഒന്ന് ഉൾക്കൊള്ളണം അച്ഛാ. അപ്പൊ നിനക്ക് ബാങ്കിലൊന്നും പോണ്ടേ? അല്ല, അത് വേണ ദിവസം ഇവിടുന്ന് പോയാൽ മതിയല്ലോ. മോളുടെ മുഖത്ത് എന്താ ഒരു സന്തോഷം ഇല്ലാത്ത? അല്ലല്ല, സന്തോഷം ഉണ്ടമ്മേ. പക്ഷെ ആ സന്തോഷം കുറച്ച് ഓവറായി പോയി. അതുകൊണ്ടാണ് ഒരു മ്ലാനത പോലെ തോന്നുന്നത്, അല്ലേ? ഞങ്ങൾ എല്ലാരും ചേർന്ന് കൊടൈക്കനാലിലേക്ക് പുറപ്പെട്ടത് അമ്മേ. പക്ഷെ ഹരിയേട്ടൻ ചതിച്ചു. എല്ലാരും എന്ന് വെച്ചാൽ രവിയും ഭാര്യയും ഞാനും ഹരിയേട്ടനും. ഹായ്. ഇത് അവരാണല്ലോ. പറയാതെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ പെട്ടെന്ന് ആർക്കെങ്കിലും വല്ല അസുഖം മറ്റോ ആയിരിക്കും. അതുകൊണ്ടാണ് വണ്ടി ഇങ്ങോട്ട് തിരിച്ചു വിട്ടത്. അസുഖമാണെങ്കിൽ തനിക്ക് ഉടനെ ഓടി പിടിച്ച് ഇങ്ങോട്ട് വരണം. എന്ത് പറ്റി ഹരി? നീയായിരുന്നു. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു വേറെ ആരോ ആണെന്ന്. നിന്റെ കണ്ണിന് വല്ല തകരാറും പറ്റി? സത്യമായിട്ട് സോറി, ഞാൻ വേറെന്തോ ആലോചനയിലായിരുന്നു. അതൊക്കെ പോട്ടെ, നമ്മൾ കൊടൈക്കനാലിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ട് നീ എന്താ മുങ്ങിക്കളഞ്ഞത്? കൊടൈക്കനാലോ? ഓ, ഞാനതങ്ങ് മറന്നു. അതെ, അപ്പൊ നിന്റെ ഓർമ്മശക്തി പൂർണ്ണമായി നശിച്ചോ? ഇന്ദുവിന് ഞങ്ങളുടെ സ്ഥലമൊക്കെ ഇഷ്ടായോ? ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് പറയാം. ഇനിയിപ്പോ ഏതായാലും നിങ്ങളിവിടുത്തെ ഉത്സവം കഴിഞ്ഞല്ലേ പോവും. ഉടനെ പോണ പ്രശ്നമില്ല. ഇതെന്ത് നല്ല സ്ഥലം. ഇനി കൊടൈക്കനാലൊന്നും വേണ്ടെന്നാ തോന്നുന്നേ. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല അല്ലേ? നീച്ച് സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കുറച്ചു ദിവസം തങ്ങാം. ആണോ? എങ്കിൽ എന്റെ സങ്കടം എല്ലാം തീരും. ബ്യൂട്ടിഫുൾ ഹൗസ് ആൻഡ് വണ്ടർഫുൾ പ്ലേസ്. കുറച്ചുകൂടെ നേരത്തെ ഇവിടെ വരേണ്ടതായിരുന്നു. കോൺസ്റ്റബിൾ പുരുഷോത്തമൻ സാറ് എസ്ഐയുടെ റൂമിലുണ്ട്. രാത്രി മുഴുവൻ തപ്പിയിട്ടും ആ പ്രതികളെ കിട്ടിയില്ല സാർ. പക്ഷേ സാറ് വിഷമിക്കണ്ട, ഇപ്പൊ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളവരെ കുറ്റം സമ്മതിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. തന്നെ കൊണ്ട് എന്തിനു കൊള്ളാമോ? പോയി ഇവരെ പണി നോക്കിക്കൂടെ? എന്നാലും സാറിനോട് പറഞ്ഞോ, സാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. 24 മണിക്കൂറിനകം അവരെ പിടിച്ചില്ലെങ്കിൽ എന്റെ പേര് പുരുഷോത്തമൻ എന്നല്ല. അതെ, ഇതാര് സാർ? ഇതെന്റെ ബാല്യകാല സുഹൃത്താണ് ഹരികൃഷ്ണൻ, വലിയ ബാങ്ക് മുതലാളിയാ. നമസ്കാരം. പ്രശ്നം ഗുരുതരമായിരിക്കുകയാണ്. അത്രേ ഉള്ളൂ സാർ. അല്പം നേരത്തേക്ക് കാര്യങ്ങളൊന്ന് മാനേജ് ചെയ്തോണം, ഞാൻ ഇപ്പൊ വരാം. എസ് ഐ ആള് നന്ദിയുള്ളവനാ. എന്റെ മിടുക്കൊണ്ടാണ് ഈ സ്റ്റേഷൻ ഇത്രയും ഭംഗിയായി നടന്നു പോകുന്നതെന്ന് പറയാൻ പുള്ളിക്കാരന് ഒരു മടിയുമില്ല. സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചുകൊണ്ടേയിരിക്കും. പുരുഷു, എന്റെ കാര്യം എന്തായി? നീ കത്തിൽ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തു. വെരി ഗുഡ്. അപ്പൊ പ്രശ്നമെല്ലാം സോൾവ് ആയി കാണും അല്ലേ? ഇല്ല, കൂടുതൽ ഗുരുതരമായിരിക്കുക. അതെ, ആ അഡ്വക്കേറ്റിന് അറിയാമെന്ന് നീ പറയുന്ന ഈ രഹസ്യ സംഭവം യഥാർത്ഥത്തിൽ എന്താ? അതിപ്പോ എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല പുരുഷു. മനസമാധാനത്തോടൊന്ന് ഉറങ്ങിയിട്ട് നാളുകൾ എത്രയോ ആയി. നിന്നെ പോലെ ബുദ്ധിമാനും എടുക്കനുമായ മറ്റൊരു സുഹൃത്ത് എനിക്കില്ല. നിനക്ക് തിരക്കാണെന്നറിയാം. പക്ഷെ എനിക്ക് വേണ്ടി വർഷങ്ങളായി ഉള്ളിൽ കിടന്നുരുകുന്ന എന്റെ ധർമ്മസങ്കടത്തിന് നീ ഒരു പോം വഴി കണ്ടുപിടിച്ച് തരണം. പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് 10ാം ക്ലാസ്സിൽ വെച്ച് നമ്മൾ പിരിഞ്ഞു. അതിനുശേഷം നിന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും നടന്ന മുഴുവൻ സംഭവങ്ങളും വള്ളി പുള്ളി തെറ്റാതെ എനിക്കിപ്പോ അറിയണം. എന്റെ പ്രശ്നത്തിന് അത്രയൊന്നും കാലപ്പഴക്കമില്ല. അത് പ്രശ്നം അറിഞ്ഞതിന് ശേഷം ഞാൻ തീരുമാനിക്കും. എന്നാ ഞാൻ പ്രശ്നം മാത്രം പറയാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഉറപ്പ് കിട്ടണം. നീ മുഖേന എന്റെ ഭാര്യ ഇത് അറിയാൻ ഇടവരരുത്. ഹരി, ഒരു പോലീസുകാരനാണെങ്കിലും ഞാൻ നല്ലവനാണ്. ഞാൻ നിന്റെ ബാല്യകാല സുഹൃത്തുമാണ്. കോളേജ് വിട്ടതിന് ശേഷം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കിട്ടിയ 3 മാസം 6 മാസം ജോലികൾ മടുത്തപ്പോ വയസ്സുകാലത്ത് ഞാൻ ലോ കോളേജിൽ ചേർന്നല്ലോ. അന്നൊരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞു, മഞ്ഞപ്പിത്തം കാരണമാണ് ഞാൻ അവിടെ വിട്ടതെന്ന്. പക്ഷെ സത്യം അതല്ല. മനസ്സിലായി. അന്ന് നിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ മഞ്ഞപ്പിത്തമല്ല, നീരുവീഴ്ചയാണ് നിന്റെ രോഗമെന്ന്. ഇതൊന്നും ആയിരുന്നില്ല എന്റെ രോഗം. അരക്ഷിതാവസ്ഥ, നിരാശ. അത് കാരണം ഒരു കടുത്ത മനസ്സായിരുന്നു അന്നെന്റേത്. ജൂനിയേഴ്സിനെ ഞാൻ ചില്ലറയൊന്നുമല്ല കഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. റാഗിങ്ങിന്റെ ഒക്കെ ഒരു പ്രധാന നേതാവായിരുന്നു ഞാൻ. ഇങ്ങോട്ട് മാറി നിൽക്കണ. നിനക്ക് തവള ചാടുന്നത് എങ്ങനെയെന്ന് അറിയാവോ? എങ്കിൽ നോക്കി ചാടണ. ആ മതി 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 മതി. നീ ദിവസവും രാവിലെ അരമണിക്കൂർ വീതം പ്രാക്ടീസ് ചെയ്യണം. ഇവിടുന്ന് പോകുമ്പോഴേക്കും നീ നല്ല ചാട്ടക്കാരനായി മാറും. പെട്ടെന്ന് സ്ഥലം വിട്ടോ. ആ വെളുത്ത് മെലിഞ്ഞ് ഉയരമുള്ള പെണ്ണിങ് വന്നേ. ഇങ്ങോട്ട് പടി.
കല്യാണ പ്രായമായി വരികയാണല്ലോ മോളെ. ഒരറിഞ്ഞു നിൽക്കുക. എന്നാ നമുക്ക് ഇവിടെ അങ്ങ് കെട്ടിച്ചു കൊടുത്താലോ? ഒരു സ്വയംവരമാക്കി കളയാ, എന്താ? അതെ. ആ ബ്രൗൺ ഷർട്ട്, നീ ഇങ്ങോടാ. നല്ല മാച്ച്. എടി, നിന്നെ കെട്ടാൻ പോകുന്നവന് ധൈര്യമുണ്ടോ കരുത്തുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ? നീ അവന്റെ ഇളിഞ്ഞ മൂക്കിനിട്ടൊരു കുത്തുകൊടുത്തേ. കുത്തടി. എവിടെ വരണമല്ലേ? എവിടെ? ഇനി ഇവരുടെ വിവാഹം നടത്തി കളയാം. വാങ്ങടി, എടി വാങ്ങാൻ. എന്താണ് ഇതിന്റെ പേര്? ഇന്ദുജി നായർ. നിന്റെയോടാ? അബ്ദുൾ സലീം. അപ്പൊ മിശ്ര വിവാഹമാണല്ലേ? കഴുത്തിലോട്ട് മാറിയിടാൻ. ആ പെണ്ണാണ് ഇപ്പൊ എന്റെ ജീവിതത്തിലേക്ക് വന്ന ധൂമകേതു. ഇതാണ് ഇത്രയും വലിയ കാര്യം. ലോ കോളേജിൽ മാത്രമല്ല, മെഡിക്കൽ കോളേജിലും സാധാരണ കോളേജിലും ട്യൂട്ടോറിയൽ കോളേജിലും എന്തിന് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ പോലും ഇപ്പൊ റാഗിംഗ് ഉണ്ട്. ഈ കാര്യം ഇപ്പൊ തന്നെ നിനക്ക് നിന്റെ ഭാര്യയോട് പറയാവുന്നേ ഉള്ളൂ. ഇതൊരു മുഖവര മാത്രമാണ് പുരുഷു. ഇക്കാര്യത്തിൽ അവൾക്കെന്നോട് പകയുണ്ടാവും എന്ന് വ്യക്തമായില്ലേ? അക്കാലത്തിന്റെ ജാടയും അഹങ്കാരവും അതും മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ കോളേജിലെ രാജാവായി വിലസുന്ന കാലം ഒരു ദിവസം ഞാൻ കുടിച്ച് പൂക്കുറ്റിയായി ഹോസ്റ്റൽ മുറിയിലേക്ക് വന്നു. എന്നെ രക്ഷിക്കണം, രക്ഷിക്കണേ പ്ലീസ് സാർ. എന്നെ ഇവിടെ ഇറക്കി വിടരുത്. ഞാനൊരു സെയിൽസ് ഗേളാ. ജോലി കഴിഞ്ഞപ്പോ ഇന്ന് ഇത്തിരി വൈകി. ചേറ്റൂർ അമ്പലത്തിന്റെ അടുത്തെത്തിയപ്പോ 4-5 തെമ്മാടികൾ എന്റെ പുറകെ കൂടി. ഞാൻ ഓടി, അവര് ഓടി. ഈ ഹോസ്റ്റലിന്റെ ഗേറ്റ് തുറന്നു നടക്കുന്ന കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് ഓടി കയറിയതാ. നീ പേടിക്കണ്ട, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ പിടിച്ച് ഉടക്കേറ്റത്? ഒന്നും പറയണ്ട, നിന്റെയൊക്കെ തോന്നിയാത്ത ഞാൻ അവസാനിപ്പിക്കും. സർ പ്ലീസ്, അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാണ് സർ. എന്റെ ജീവിതം തോൽക്കരുത്. നീയൊക്കെ തൊലയുന്നതാ നല്ലത്. ഞാൻ ഇവിടുത്തെ വാർഡനാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. സർ പ്ലീസ്, പ്ലീസ് സർ, പ്ലീസ്. ഹരി, ഇവിടെ എന്തൊക്കെയാ കേൾക്കുന്നത്? എന്ത്? ഇന്നലെ രാത്രി ഹോസ്റ്റലിൽ എന്താ സംഭവം നടന്നത്? കോളേജ് മുഴുവൻ പാട്ടായി. നീ എന്നുപോലെ ഇങ്ങനെ തറയായി പോയത്? ഇതെങ്ങനെ എല്ലാവരും അറിഞ്ഞു? ഞാനിനി എങ്ങനെ സാറന്മാരുടെ മുഖത്ത് നോക്കും? അത് തെണ്ടിത്തരം കാണിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ചേട്ടന്മാരെ, ക്യാൻറ്റീനിലും മെയിൻ ഗേറ്റിലും ഒക്കെ ചേട്ടനെ കുറിച്ചുള്ള 4 കഥ ഡിസ്കസ് ചെയ്യുന്നു. നേരാണ്? അർദ്ധരാത്രി മെൻസ് ഹോസ്റ്റലിന് മുകളിൽ സൂര്യൻ ഉദിച്ചാൽ പല പകൽമാന്യന്മാരുടെയും തനിനിറം വെളിയിൽ വരും. കൺഗ്രാറ്റുലേഷൻ. സാധാരണഗതിയിൽ ഞങ്ങൾക്കൊക്കെ ഒരു പെണ്ണിനെ കണ്ടുമുട്ടി അവളെ വശീകരിച്ച് വശത്താക്കാൻ ധാരാളം സമയം വേണം. നീ ഇതെല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് സാധിച്ചു. ഇത്രയും മിടുക്കനായ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ യഥാർത്ഥത്തിൽ നിന്റെ ഭാര്യ അഭിമാനിക്കാണ് വേണ്ടത്. ഇടാ, ആണുങ്ങൾ ചെളി കാണുമ്പോ ചവിട്ടും, വെള്ളം കാണുമ്പോ കഴുവും. അതെല്ലാ സ്ത്രീകൾക്കും അറിയാം. ഭൂകമ്പങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിവുള്ള ചെറിയ ചെറിയ പക്ഷികളെ പോലെയാണ് സ്ത്രീകൾ എന്ന് SI രാമേന്ദ്രൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്. ഈ ഒരു സംഭവം അറിഞ്ഞെന്ന് കരുതി നീ ഒരു സ്ത്രീലമ്പടനാണെന്ന് നിന്റെ ഭാര്യ ധരിക്കാനൊന്നും പോകുന്നില്ല. അത് പോട്ടെ, വിവാഹത്തിന് ശേഷം ഇപ്പോഴും പരസ്ത്രീകളുമായിട്ട് നീ ബന്ധപ്പെടാറുണ്ടോ? ഇല്ല. അയ്യേ, എടാ, വിവാഹത്തിന് മുമ്പുള്ളതെല്ലാം സ്ത്രീകൾ ഈസി ആയിട്ട് മറക്കും. നീ ധൈര്യമായിരിക്കും ഹരി. പുരുഷു, പ്രശ്നം ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് മുഖവരെയാണോ? അല്ല, യഥാർത്ഥ പ്രശ്നത്തിലേക്ക് എത്തിയ സാഹചര്യം മാത്രം. പാവം പെൺകുട്ടി, കളർവാദം പിടിച്ച അച്ഛൻ, പറക്കമുറ്റാത്ത സഹോദരങ്ങൾ. ഞാൻ ചെയ്തത് ചതിയായിപ്പോയി, ഭയങ്കര ചതിയായിപ്പോയി. അവൾ ഗർഭിണിയായി. അന്നത്തെ എന്റെ ചുറ്റുപാടിൽ ഞാൻ എന്ത് ചെയ്യും? അബോർട്ട് ചെയ്യാൻ എത്ര നിർബന്ധിച്ചിട്ടും അവൾ സമ്മതിച്ചില്ല. ഒന്നു മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇനി എന്ത് ചെയ്യണം? എങ്ങോട്ട് പോകണം? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ലേ? സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമ്പോഴല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴേക്കും ഞാൻ ചത്തുപോകും. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ലല്ലോ. നീ ഇങ്ങനെ എന്നെ അന്വേഷിച്ച് കോളേജിലും ഹോസ്റ്റലിലും വരാൻ തുടങ്ങിയാൽ എന്റെ സ്ഥിതി എന്താവും? നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമേ ആലോചിക്കുന്നുള്ളൂ. അങ്ങനല്ല തങ്കമണി. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. തൽക്കാലം ഭാര്യ ഭർത്താക്കന്മാരായി ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് നീ മനസ്സിലാക്കണം. പിന്നെ നിനക്കൊരു ഉറപ്പിന് വേണ്ടി
ഒരു കാര്യം ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഇപ്പൊ ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ ഒരു ഉപകാരം നീ എനിക്ക് ചെയ്തു തരണം. നാളെ കാലത്ത് 10 മണിക്ക് നീ തെങ്ങണ രജിസ്റ്റർ ഓഫീസിൽ വാ. ബാക്കി നാളെ പറയാം. നീ ചെല്ല്. ദ്രോഹി, സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ ഫ്യൂസായ ബൾബ് പോലെ വലിച്ചെറിഞ്ഞിട്ട് നാട് വിട്ട നീ മനുഷ്യനാണോടാ? അളിഞ്ഞു നാറിയ പൂർവ്വകഥകളെല്ലാം മറച്ചു വെച്ച് സുന്ദരിയായ മറ്റൊരു പെണ്ണിന്റെ മുന്നിൽ മാന്യനായി നീ അഭിനയിക്കണം അല്ലേ? പുരുഷു, ഞാൻ നേരത്തെ ദുർബലന. എന്റെ മുറിവിൽ നീ മുളക് പുരട്ടരുത്. വെറുതെ അല്ലടാ നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നീ ഇപ്പോഴത്തെ നിന്റെ ഭാര്യ ഉപേക്ഷിക്കുക, മറ്റവളെ സ്വീകരിക്കുക. അവളിൽ ഒരു കുട്ടിയുണ്ടല്ലോ. പുരുഷു, എന്റെ 2ാം കല്യാണത്തിന് അച്ചാർ വിളമ്പാനല്ല നിന്നെ ഞാൻ വിളിച്ചത്. എന്നെ രക്ഷിക്കാൻ, എന്റെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം പറഞ്ഞു തരാനുള്ളതിന്. സോറി, അല്പനേരത്തേക്ക് ഞാനൊരു മനുഷ്യനെ പോലെ ചിന്തിച്ചു പോയി. വിഷമിക്കാതെ, പരിഹരിക്കാം. വഴികൾ പലതും തെളിഞ്ഞു വരുന്നുണ്ട്. ഒന്നുകിൽ ഇതോടെ നിന്റെ ദാമ്പത്യം പൂർവാധികം ശക്തിയോടെ പുഷ്പിക്കും, അല്ലെങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണമാകും. ഏതായാലും ഈ നിമിഷം മുതൽ നമുക്കെന്തും നേരിടാൻ തയ്യാറായിരിക്കാം. ഇന്ന് കോടതിയിൽ ഒരു തമാശ ഉണ്ടായി. എനിക്ക് കേൾക്കണ്ട. ഞാനിതാ ഒരു തമാശ പറയാൻ പോകുന്ന മുഖവുര പറയുന്നവർ ഇന്നേ വരെ ഒരു തമാശയും പറഞ്ഞിട്ടില്ല. ചുമ്മാ ചിരിച്ചു തരാൻ എനിക്കിപ്പോ സൗകര്യമില്ല. വേണ്ട, പറയാൻ എനിക്ക് മനസ്സില്ല. താങ്ക് യു വെരി മച്ച്. ഇതേവരെ എത്തിയിട്ടില്ല. ഈ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന വട്ടനത് എവിടെ പോയി കിടക്കുന്നാവോ? ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു ഒരു റൂമിന്റെ കാര്യം. ആരുടെ പേരില റൂം? ഇയാളുടെ പേരില്ല, പുരുഷോത്തമൻ. അല്ലല്ല, എന്റെ പേര് കുമാർ എന്നാ, പ്രേംകുമാർ. പ്രേംകുമാർ? നീ എന്താ പേര് മാറ്റിയോ? മാറ്റാനോ? ജനിച്ച അന്ന് മുതൽ എന്റെ പേര് പ്രേംകുമാർ എന്നാ. നീ എന്താ പുരുഷു ഈ പറയുന്നത്? നീ ഇനി ഒന്നും മിണ്ടണ്ട. നീ എത്ര നിർബന്ധിച്ചാലും ഞാൻ പ്രേംകുമാറാ പ്രേംകുമാർ. ആ താക്കോലിങ്ങടുത്ത്, അതൊക്കെ പിന്നെ എഴുതാം. 102. സന്ദർഭത്തിന് തുര നീ ഇതുവരെ പഠിച്ചിട്ടില്ല. എന്റെ പേര് പുരുഷമാണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണോ? പോലീസുകാർ നിന്നെ പോലെ മൂളയില്ലാത്തവരില്ല. എടാ, ഒരു രഹസ്യ ദൗത്യത്തിനല്ലേ നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാം രഹസ്യമായിരിക്കണ്ടേ? പുരുഷമാണത്രേ, പുരുഷു. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് കൂടി പറഞ്ഞു കൊടുക്കാത്തത്. നീ കണ്ടുവച്ച പരിപാടി എന്താ? അത് നിന്നോടെന്തിനു പറയണം? പത്രത്തിൽ പരസ്യം ചെയ്തിട്ടാണോ കുറ്റവാളികളെ പിടിക്കാൻ പോണത്? അല്ല, ഇത് എന്റെ കാര്യമാണല്ലോ. നീ എനിക്ക് ഒരു കാര്യം മാത്രം ചെയ്തു തന്നാ മതി. അവളെ, ആ ഇന്ദു എന്ന 1ാം പ്രതിയെ ദൂരെ എന്നൊന്ന് കാണിച്ചു തരിക. അതോടെ നിന്റെ ജോലി തീർന്നു. അവളെ കണ്ടിട്ട് ഞാൻ അവളെ പുഴുങ്ങി തിന്നാൻ പോകുന്നു. എന്താ? നീ എന്തിനാ പുരുഷ ഇങ്ങനെ ചൂടാവുന്നത്? നിന്റെ ഒറിജിനൽ പേര് ഞാൻ കൗണ്ടറിൽ പറഞ്ഞു പോയതുകൊണ്ടാണോ? കൗണ്ടറിൽ മാത്രമല്ലല്ലോ, ഇപ്പോഴും നീ എന്നെ പുരുഷു പുരുഷു എന്നല്ലേ വിളിച്ചോണ്ടിരിക്കുന്നത്. നിന്റെ മുഖത്ത് നോക്കി പ്രേംകുമാർ എന്ന് എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല. തീരെ മാച്ച് ചെയ്യാത്ത പേര്. നീ ഒന്ന് പോയേ. നീ നിന്റെ പ്ലാൻ ഒന്ന് പറ. എടാ, ഇത് വലിയ ശല്യമായല്ലോ. സംഗതി ഞാൻ ചുരുക്കി പറയാം. അതായത്, ഈ വിഷവൈദ്യന്മാര് ഉഗ്ര വിഷമുള്ള പാമ്പിനെ വിളിച്ചു വരുത്തി അതിനെ കൊണ്ട് കടിയേറ്റവന്റെ മുറിപ്പാടിൽ നിന്നും വിഷം വലിച്ചെടുപ്പിക്കില്ലേ? അതാണ് എന്റെ പ്ലാൻ. അതിന് ഇവിടെ ആരെയും പാമ്പ് കടിച്ചിട്ടില്ലല്ലോ. യു ഗെറ്റ് ഔട്ട് എന്നെ കൊണ്ട് പറയിക്കരുത്. പോട്ടെ, മണ്ടന്മാർ കൂടി മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ എന്റെ പ്ലാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത്, ഞാൻ ഇന്ദുവിനെ നേരിട്ട് കാണാൻ പോവുകയാണ്. യഥാർത്ഥ ഞാനായിട്ടല്ല, നിന്റെ പഴയ കഥയിലെ തങ്കമണിയുടെ ഇപ്പോഴത്തെ ഭർത്താവായിട്ട്. ഞാൻ അവളോട് പറയും, കുട്ടി, മറ്റേതോ തെണ്ടിയുടെ കുഞ്ഞിനെ പ്രസവിച്ച ഒരു സ്ത്രീയുടെ ഹതഭാഗ്യനായ ഭർത്താവാണ് ഞാൻ. ആ കുഞ്ഞ് കൊച്ചുനാൾ മുതൽ എന്നെയാണ് അച്ഛാ അച്ഛാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ മുന്നിലും ഞാനാണ് അതിന്റെ അച്ഛൻ. ഇന്ദു വക്കീലേ, ഇത് 3 ആത്മാക്കളുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്റെയും തങ്കമണിയുടെയും കുഞ്ഞിന്റെയും.
ആ പഴയ രഹസ്യം പുറത്തു വിട്ടാൽ അത് തകരും. എന്റെ മകൻ പുതിയൊരു കഴുതയെ അച്ഛ എന്ന് വിളിക്കാൻ ഇടവരുത്തരുത് പ്ലീസ്. എങ്ങനെയുണ്ടായി? നീ ഇത് പറയുന്നതിനിടയിൽ തെണ്ടി കഴുത എന്നൊക്കെ ഉപയോഗിച്ചത് എന്നെ ഉദ്ദേശിച്ചാണോ? ഐഡിയ എങ്ങനെയുണ്ടെന്ന് പറ. അത് നീ അഭിനയിച്ച് വലിപ്പിക്കും പോലെ ഇരിക്കും. അഭിനയം എടാ, പോലീസ് മേളയുടെ അന്ന് കുഷ്ഠരോഗിയായിട്ട് അഭിനയിച്ച് ബെസ്റ്റ് ആക്ടർ വാങ്ങിച്ചിട്ടുള്ളവനാ ഞാൻ. SI രാമേന്ദ്രൻ പോലും എന്റെ കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടുണ്ട്. നീ നോക്കിക്കോ, ഞാൻ കലക്കും. ഹരിയേട്ടാ, നീ എപ്പോ വന്നു? ഇങ്ങനെയൊന്നും ചെയ്യരുത് ഹരിയേട്ടാ. തീ തിന്നതിന് കണക്കില്ല. എന്റെ വീട്ടിൽ നിന്ന് ഒരു വാക്ക് പോലും മിണ്ടാതെ ഹരിയേട്ടൻ എവിടെ പോയിരുന്നു? അത് ചില കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാവണമെങ്കിൽ ആരോടും പറയാതെ വേണം പോകാൻ. എന്ത് കാര്യം? രവി എന്തു അവിടെ രാത്രി വരെ ഹരിയേട്ടനെ കാത്തു നിന്നു. ഞാൻ കൊല്ലനെ കൊണ്ടുവന്ന് പൂട്ട് വിളിച്ച് അകത്ത് കയറിയത്. പൂട്ട് വിളിച്ചോ? നന്നാക്കും ചെയ്തു. എന്നാലും പൂട്ട് വിളിക്കുന്നതൊക്കെ നിയമവിരുദ്ധല്ലേ? അത് പോട്ടെ, അവിടെ വെച്ച് ഇന്ദു നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ? സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾ ശത്രുക്കളാണോ? ഞാൻ പലതവണ പറഞ്ഞതാണ് അവൾ വക്കീലാണ്, അവൾ പല നുണയും പറയുമെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹരിയേട്ടൻ എന്തോ വല്ലാത്ത മാറ്റം പോലെ. പഴയ സന്തോഷമൊക്കെ എവിടെ പോയി ഹരിയേട്ടാ? ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുക, ആരോടും പറയാതെ എങ്ങോട്ടെങ്കിലും പോവുക. നിനക്കറിയില്ല എന്റെ പ്രശ്നങ്ങൾ. എന്ത് പ്രശ്നമായാലും എന്നോട് പറഞ്ഞൂടെ? അതറിഞ്ഞാൽ നീ ചിലപ്പോ ഞെട്ടും. എനിക്ക് പഞ്ചാബിലേക്ക് ട്രാൻസ്ഫർ ആണ് വിജയ്. അയ്യോ, പഞ്ചാബിലേക്കോ? അതെ, ബിന്ദ്രൻവാലയുടെ നാട്ടിലേക്ക്. ഖാലിസ്ഥാൻവാദികൾ മനുഷ്യനെ പച്ചക്ക് ചുട്ടു തിന്നുന്ന നരകത്തീയിലേക്ക്, മനസ്സിലായോ? അവിടെ നമ്മളെങ്ങനെ ജീവിക്കും? ആ ട്രാൻസ്ഫർ റദ്ദ് ചെയ്യിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ വിജയ്. എന്നിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞേക്കും. ചിലപ്പോൾ ഇപ്പോഴവൻ പരിഹരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഇതിന്റെ പോക്കറ്റിൽ നിറച്ച് മണൽ എങ്ങനെ വന്നു? മണലോ? അതാ. അത് കടപ്പുറത്തുനിന്ന് മണൽ വരാൻ ഒരു ലോണിന് വേണ്ടി ഒരാൾ ബാങ്കിൽ വന്നിരുന്നു. അയാള് ലോണിന് വന്നത് മണലും കൊണ്ടാണോ? സാമ്പിള് നോക്കാൻ. സാമ്പിളോ? കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. നിന്നോട് ഭക്ഷണം എടുത്തൊക്കെ പറഞ്ഞിട്ട് നേരത്രയായി. ചുമ്മാ ദേഷ്യപ്പെടുന്നതിനാ? എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞു. ഹരിയേട്ടന് സുഖമില്ലേ? വന്നത് മുതൽ ഒരേ കിടപ്പാണല്ലോ. എനിക്ക് നടുവേദനയാണ്. ആകപ്പാടെ ഇന്നൊരു ദുർദിനമായിരുന്നു. പല അത്യാഹിതങ്ങളും സംഭവിച്ചു. പഞ്ചാബിലേക്കുള്ള ട്രാൻസ്ഫറിന്റെ പ്രശ്നമാണോ? അതെ, പഞ്ചാബിൽ നിന്ന് പിന്നെയും വടക്കോട്ടേക്ക് പോകേണ്ടി വരുമോ എന്നാ എന്റെ ഇപ്പോഴത്തെ പേടി. ഒരു മനസ്സമാധാനവുമില്ല. എന്താ ഹരിയേട്ടാ? കൊതുക് കൊതുക്. കൊതുകോ? എവിടെ? ഇവിടെ ആകെ കൊതുകാണ്. ഭക്ഷണം ഞാൻ പിന്നെ കഴിക്കാം. എനിക്ക് നമ്മുടെ രവിയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. ഇത് കഴിച്ചിട്ട് പോയ പോരെ? പോരാ, എനിക്ക് ആരോടെങ്കിലും ഒരു കാര്യം പറയാൻ തോന്നിയാൽ അപ്പൊ തന്നെ പറയണം. അതാണ് എന്റെ പണ്ടേയുള്ള സ്വഭാവം. ഇവിടെ നിൽക്കണ്ട, ഇതാണ് ആ ധൂമകേതുവിന്റെ വീട്. ബാല്യകാല സുഹൃത്ത്, മാങ്ങാ തൊലി. എന്താ നീ വിചാരിച്ചത്? ഞാൻ കടലിൽ മുങ്ങിച്ചത്ത് തുലഞ്ഞു പോട്ടെന്നോ? ഞാൻ അനുഭവിച്ച വീർക്കൂട്ടൽ നിനക്ക് അറിയില്ലടാ. എന്തായിരുന്നാലും ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതലായിരിക്കില്ല. നിനക്കറിയാമോ, എനിക്ക് നീന്തൽ അറിയില്ല. മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങിയുള്ളൂ മാത്രമാ ഞാനിപ്പോ ജീവനോടെ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. നീന്താൻ അറിയാത്ത നീന്തലാ കൂടി കടൽപ്പാലത്ത് കയറിയത്. മരണ വെപ്രാളത്തിൽ ഓടുമ്പോ കടൽ പാലമാണോ റെയിൽ പാലമാണോ എന്ന് നോക്കാൻ പറ്റില്ല. പുരുഷു, ഇങ്ങനെയാണ് നീ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. ഞാനൊരു തീക്കുണ്ടത്തിന്റെ പുറത്താണ് നിൽക്കുന്നതെന്ന് നീ മറന്നു പോകുന്നു. ഹരി, ലഡ്ഡു ഉരുണ്ടതാണ്, ഭൂമി ഉരുണ്ടതാണ്. ലഡ്ഡു കഴിക്കാൻ പറ്റും, പക്ഷെ ഭൂമി കഴിക്കാൻ പറ്റില്ല. അത് വളരെ ശരിയാ. SI രാമേന്ദ്രന്റെ പോലും അബദ്ധങ്ങൾ പറ്റാറുണ്ട്. നീ വിഷമിക്കാതിരിക്കും. ഇനി പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. പഴുതുകളില്ലാത്ത പരിപാടികളുമായി മുന്നേറാൻ പോവുകയാണ്. പശ്ചാത്തലങ്ങൾ മാറും, പുതിയ ചില കഥാപാത്രങ്ങൾ വന്നെന്നിരിക്കും. പുരുഷോത്തമൻ സാറേ, തങ്കപ്പൻ റെഡി. എന്താണോ ഇത്രയും വൈകിയത്? വൈകിയോ? രാവിലെ കത്തെത്തി, ഉച്ചക്ക് പുറപ്പെട്ടു. രാവിലെ കത്ത് കിട്ടിയ രാവിലെ തന്നെ പുറപ്പെടണം. ഇവിടെ വെടിമരുന്ന് ശാലയ്ക്ക് തീ പിടിച്ച പോലെ കാര്യങ്ങളുടെ കിടപ്പ്. അല്ല സാറേ, കത്തിൽ പറഞ്ഞ കാര്യത്തിന് നമ്മൾ അന്തൂറിനെ ഉണ്ടക്കണം പപ്പനെ ഏർപ്പാടാക്കിയാണ് ഞാൻ വരുന്നത്. നമ്മൾ പോലീസുകാരും കള്ളന്മാരും ഒരിക്കലും തമ്മിൽ തല്ലേണ്ടവരല്ല, സഹകരിച്ചു പോകേണ്ടവരാ. അല്ല സാറേ? പിന്നെ ഈ കേസിൽ സാറ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെടുന്നത്.
അല്ലാതെ ഒരു പെണ്ണിനെ വയറ്റിലാക്കി കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് കടന്നു പറഞ്ഞ ഒരു ചെറ്റയെ ഒരിക്കലും സഹായിക്കാൻ പാടില്ലാത്ത അല്ലേ? എന്താ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? തടയണ്ട, അവ മുഴുവൻ പറഞ്ഞോട്ടെ പുരുഷു. സോറി, ഞാൻ ആളറിയാതെ. എന്റെ കാര്യങ്ങൾ ഒരു പ്രാണി പോലും അറിയാതെ ഒളിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോ നീ നോട്ടീസ് അടിച്ച് നാട്ടിൽ മുഴുവൻ വിതരണം ചെയ്യുകയാണ്. അല്ലടാ ദ്രോഹി. ഹരി, ഞാൻ നിന്നെ സഹായിക്കാനായിട്ട് സഹായിക്കാനല്ലടാ, തുലക്കാൻ വന്നതാ നീ എന്നെ. എനിക്കൊരു പട്ടിയുടെ സഹായം വേണം. പട്ടിയൊക്കെ പറ്റൂടാ. ഷർട്ട് ചെയ്ത് പിടിവിടാ. ഷർട്ട് ചെയ്ത് പിടിവിടാ. എന്താണ് അവിടെ ബഹളം? ഒരു നാടകത്തിന്റെ റിഹേഴ്സലാണ് സാർ. പേര് കിണ്ണം കട്ടക്കള്ളൻ. മറ്റു മുറികളിലൊന്നും ആർക്കും സ്വൈരം വേണ്ടേ? തീർച്ചയായും വേണം സാർ. സോറി. അത് ഈ ശബ്ദം ഉണ്ടാക്കരുത്. ഓക്കെ സാർ. എന്റെ ഭഗവാനെ, കുന്നിക്കോട്ടുണ്ടായിരുന്ന SI പി ജാനണി സാറാ. എന്നെ തിരിച്ചറിയാഞ്ഞത് ഭാഗ്യം. എന്നെ അതെ ഹരീഷ്ണ, ഒരു കൈയബദ്ധം പറ്റി. പക്ഷേ തങ്കപ്പൻ നിന്റെ കഥ ആരോടും പറയില്ല, പേടിക്കണ്ട. കള്ളനാണേലും അവൻ സത്യസന്ധനാ. ഇവനെയൊക്കെ വിളിച്ചോണ്ട് വന്നത് എന്തിനാണെന്ന് പറ. പറയാം തങ്കപ്പ. 7 മുതൽ 7:30 വരെയാണ് ലോഡ് ഷെഡിങ്. ആ സമയത്ത് കോളനിയിൽ എവിടെയും വെളിച്ചം ഉണ്ടായിരിക്കില്ല. സെക്കൻഡ് കൊണ്ട് എല്ലാം കഴിയണം. നീയും നിന്റെ ആൾക്കാരും കൂടി ഒരു വാഹനത്തിൽ അവിടെ എത്തുന്നു, ഓടി വീടിനകത്ത് കയറുന്നു, അവളെ പൊക്കുന്നു, കടത്തുന്നു. ഏതെങ്കിലും രഹസ്യ സ്ഥലത്ത് കൊണ്ടുപോയി അവളെ കൊല ചെയ്യുന്നു. നഖങ്ങൾക്കിടയിൽ സൂചി കയറ്റിയും ചൂരൽ വടി കൊണ്ട് അവളെ മതി. ബാക്കി പറയണ്ട. സാറ് തന്നെ എന്നെ ചെയ്തിട്ടുള്ളൂ അല്ലേ? അറിയാം. കോളനിയിലുള്ള ആരുടെയെങ്കിലും പൂർവ്വകാല കഥ അറിയാമെങ്കിൽ അതൊരിക്കലും മറ്റാരോടും പറയില്ല എന്ന് ഉറപ്പ് കിട്ടുന്നത് വരെ മർദ്ദനമുറ തുടർന്നുകൊണ്ടേയിരിക്കും. ഏറ്റു സാർ, നല്ല പുതുമയുള്ള ഐറ്റം. പുരുഷു, അപകടം പിടിച്ച പണിയാണ് ഇതൊക്കെ. നീ മിണ്ടായിരിക്കെ. പക്ഷെ തങ്കപ്പ, വേറൊരു പ്രശ്നമുണ്ട്. അവളുടെ ഭർത്താവ് ചില്ലറക്കാരനല്ല. ആ സമയത്ത് അവൻ വീട്ടിലില്ലാതിരിക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. അവൻ എന്താ ജോലി? ഏതോ ഫാക്ടറി ഇല്ല. ഓക്കെ, ഈ സംഭവം കഴിയുന്നത് വരെ അവൻ ഫാക്ടറിയുടെ പുറം കാണില്ല. അത് തങ്കപ്പിലേറ്റു. ഇത് ആദ്യത്തെ സംഭവമാണ്. മോഷണത്തിന്റെയും പിടിച്ചുപറിയുടെയും പുറകിലുള്ള മനഃശാസ്ത്രം നമുക്ക് മനസ്സിലാക്കാം. ഇത് അതൊന്നും അല്ലല്ലോ. ഒരു സ്ത്രീയെ പിടിച്ചോണ്ട് പോവുക, കെട്ടിയിട്ട് ദേഹോദ്രവം ഏൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. വാനിൽ നിന്നും നിലവിളി കേട്ടപ്പോ അത് മിസ്സിസ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? അത് 7 മൈൽ ദൂരത്ത് നിന്നായാലും വിജിയുടെ നിലവിളി എനിക്ക് തിരിച്ചറിയാൻ പറ്റും. നീ വലിയ വക്കീലാണല്ലേടി എന്ന് ചോദിച്ചോണ്ടല്ലേ വിജയപാടവന്മാരെ ദ്രോഹിക്കാൻ തുടങ്ങിയത്? അത് വക്കീലന്മാരോട് വിരോധമുള്ള ഏതെങ്കിലും ജഡ്ജി അയച്ചതായിരിക്കും അവരെ. വിജി ഒരു വക്കീലാണെന്ന് അവർ വിചാരിച്ചു കാണും. അതൊന്നുമല്ല, ഹിന്ദു ആയിരുന്നു അവരുടെ ഉന്നം. നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കണം. ചേച്ചേ, അതൊന്നും വേണ്ട. പോലീസുകാർ വന്നാൽ വേണ്ടാത്ത ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കും. ഇനി ഈ കോളനിയിൽ ആരെ തട്ടിക്കൊണ്ടുപോയാലും രക്ഷിക്കാൻ ഞാനുണ്ടല്ലോ. ഹരി തിരുവനന്തപുരത്ത് പോവാണ്, നാളെ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കറക്റ്റ് സമയത്ത് അങ്ങ് തിരിച്ചെത്തി. അത് മുത്തശ്ശി ഒരു നിമിത്തം പോലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോ ഒരു ഉൾവിളി, ആകപ്പാടെ ഒരു ശകുനപ്പിഴ, ഉടനെ മടങ്ങി. അത് ദൈവം തോന്നിച്ചതാ മോനെ, സംശയമില്ല. ഞാൻ മാത്രമല്ല, ആ സമയത്ത് പുറകെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അതിനകത്തും നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. അതേതെങ്കിലും പാവം യാത്രക്കാരായിരിക്കും. ഓട്ടോറിക്ഷയിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകാൻ വരുമോ? ഹരി, അങ്ങനെ വരുമോ? അതല്ല, ഇത് നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം. വേണ്ട രവി, ക്ഷമ എപ്പോഴും ആട്ടിൻ സൂപ്പിന്റെ ഗുണം ചെയ്യുമെന്നാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ ആരാ എന്താണെന്നൊന്നും അറിയണ്ട. അതൊക്കെ നമുക്ക് രാവിലെ തീരുമാനിക്കാം. വിജി ആകെ ക്ഷീണിച്ചിരിക്കായിരിക്കും. തൽക്കാലം നമുക്ക് പിരിയാം. ആ കുട്ടി അല്പം വിശ്രമിക്കും. അതെ, അതാണ് അതിന്റെ ശരി. എടാ രവി, എന്തോ? സത്യം എന്താണെന്ന് നീ നിന്റെ ഭാര്യയോട് ചോദിച്ചു. എന്ത് സത്യം? ഇതുവരെ ഇല്ലാത്തൊരു സംഭവം ഇപ്പൊ ഇവിടെ നടക്കാൻ കാരണം എന്താണെന്ന് അവള് പറയട്ടെ. മുത്തശ്ശി എന്തായി പറയുന്നത്? ഹിന്ദുവിനോട് ചോദിച്ചിട്ട് എന്തറിയാനാ? ഒരു കാര്യമില്ലാതെ കുറെ പേര് വന്ന് ഒരുക്കെ തട്ടിക്കൊണ്ട് പോവോ? എനിക്കൊന്നും അറിയില്ല മുത്തശ്ശി. നീ ഒന്നും മിണ്ടണ്ട. കല്യാണത്തിന് മുമ്പ് തന്നെ നിന്നെ പറ്റി പലതും കേട്ടിട്ടും ഇവനതൊന്നും ചെവിക്കൊണ്ടില്ല. കോന്തൻ, പെങ്കോന്തൻ. മുത്തശ്ശി ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഓടവിടുന്ന്. സാരമാക്കണ്ട, പ്രായമായത്. മാനുഷിക ബന്ധങ്ങളെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? വളരെ മോശം അഭിപ്രായമാണ്. ക്ഷീണം കൊണ്ട് തല പൊക്കാൻ വയ്യ. അപ്പോഴാ മാനുഷിക ബന്ധങ്ങൾ. ഉറങ്ങാൻ നോക്ക് ഹരിയേട്ടാ. വിജയ്, ഇത് പറയാതെ എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. എന്ത് വട്ടായാലും നമുക്ക് നാളെ പറയാം, പ്ലീസ്. നിന്നെ പോലൊരു സ്ത്രീയുടെ മഹത്വത്തെ പറ്റിയാ ഞാൻ പറയുന്നത്. നീ അതറിയണം. ഏത് സ്ത്രീ? ഗോണിക്കൊപ്പയിലുള്ള എന്റെ ഒരു ഫ്രണ്ടിന്റെ ഭാര്യ. ആ ഫ്രണ്ട് അവരെ കല്യാണം കഴിച്ച് 7 വർഷം കഴിഞ്ഞപ്പോ
കഴിഞ്ഞപ്പോ അപ്പോഴാണ് ആ സ്ത്രീ അറിയുന്നത് എന്റെ ഫ്രണ്ടിന് അവിഹിത ബന്ധത്തിൽ നേരത്തെ ഒരു കുഞ്ഞുണ്ടെന്ന്. എന്റെ ഫ്രണ്ട് വിചാരിച്ചു അതോടെ അവനെ ഉപേക്ഷിച്ച് പൊയ്ക്കളയുമെന്ന്. പക്ഷെ നിനക്കറിയോ അവരെന്താണ് പറഞ്ഞതെന്ന്? അതെല്ലാം കല്യാണത്തിന് മുമ്പുള്ള കാര്യമല്ലേ. എന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ എന്റെ കാണപ്പെട്ട ദൈവമാണ്, ദൈവത്തെ ശിക്ഷിക്കാൻ മനുഷ്യന് അവകാശമില്ല എന്ന്. എന്ത് നല്ല സ്ത്രീ അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ആ സ്ത്രീക്ക് ഇതുപോലെ വല്ല കുഴപ്പവും കാണും. ആ സ്ത്രീയുടെ സ്ഥാനത്ത് ഞാനോ മറ്റോ ആയിരുന്നെങ്കിൽ ആ നിമിഷം ആത്മഹത്യ ചെയ്തേനെ. അങ്ങനെ ഒരു വൃത്തികെട്ടവന്റെ കൂടെ പിന്നെ എങ്ങനെ ജീവിക്കാനൊക്കെ ഹരിയേട്ടാ? അതെ, അത് കറക്റ്റാണ്. എന്നാ പിന്നെ വിജു കിടന്നുറങ്ങിക്കോ, എനിക്കും നല്ല ക്ഷീണമുണ്ട്. എന്തു വേണം? ഞാൻ എന്തു വേണമെന്നാ ചോദിച്ചത്? ഒന്നിനുമല്ല, എനിക്ക് ഒന്ന് കാണാൻ. ആരെ? എന്നെയാണോ? കണ്ടോളൂ. ഞങ്ങളെ കൊല്ലാൻ വല്ല വിഷമോ മറ്റോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇനി തന്നേര്, മരിച്ചേക്കാം. ഇനി അതും കൂടിയല്ലേ ബാക്കിയുള്ളൂ. അച്ഛ വേണ്ട, അത്തരം വാക്കുകൾക്കൊന്നും ഇനി അർത്ഥമില്ല. മകളുടെ ഭർത്താവായിട്ടല്ല നിന്നെ ഞങ്ങൾ കണ്ടത്, ഞങ്ങളുടെ സ്വന്തം മോനായിട്ടാ. എന്നിട്ട് അറിയാം, എല്ലാം എനിക്കറിയാം. അച്ഛനും അമ്മയില്ലാത്ത എനിക്ക് എല്ലാം നിങ്ങളായിരുന്നു. ക്ഷമിക്കണമെന്ന് പറയാൻ വന്നതല്ല. എനിക്ക് ഒരു നോക്ക് വിജയെ ഒന്ന് കാണണം. ഒന്നും വേണ്ട, 4-5 വർഷം അവളെ കണ്ടതല്ലേ, ഇനി മതി. ഒരു വാക്ക് പറയാ, യാത്ര ചോദിക്കുക, അത്രയേ വേണ്ടൂ. അവൾക്ക് ഇനി ഒരിക്കലും നിന്നെ കാണണമെന്ന് ആഗ്രഹം കാണുകയില്ല. എനിക്ക് വേണ്ടി എന്റെ അവസാനത്തെ അപേക്ഷയാണെന്ന് കരുതിയെങ്കിലും ഇങ്ങനെ ഒരു വിധി എന്റെ മോൾക്കുണ്ടാകുമെന്ന് അച്ഛൻ ഒരിക്കലും വിചാരിച്ചില്ല. അവന് കാണണമെന്ന്. വേണ്ട, ആ വഞ്ചകനെ എന്റെ മോളിനി കാണണ്ട. ആ കഥ തീർന്നു എന്ന് കരുതിയാ മതി. മോൾ കരയാതെ. അവൾക്ക് നിന്നെ കാണാൻ ആഗ്രഹമില്ല. ഇനി ഒരിക്കലും അവളെ അന്വേഷിച്ച് ഈ പടി കടക്കരുതെന്ന് പറഞ്ഞു. ആ പിന്നെ ഒരു ഉപകാരം ചെയ്യണം. ഭാഗ്യം കെട്ട ഒരു പെൺകുട്ടിയുടെ വൃദ്ധനായ അച്ഛന്റെ അപേക്ഷയാ. കോടതി മുഖാന്തരം ഒരു ഡൈവോഴ്സ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. തടസ്സമൊന്നും ഉണ്ടാക്കാതെ എത്രയും വേഗം അത് ചെയ്തു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. എന്റെ ചേട്ടാ, രജിസ്റ്റർ ഓഫീസിൽ കാത്തിരിക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ എന്നെ ചതിച്ചു. പക്ഷെ എനിക്കറിയായിരുന്നു എന്നെ തേടി ചേട്ടൻ എന്തെങ്കിലും വരുമെന്ന്. എന്നാലും ഈ പാവത്തിനോട് ഇത് വേണ്ടായിരുന്നു. ചേട്ടൻ എന്നെ മറന്നെങ്കിലും ഞാൻ ചേട്ടനെ മറന്നില്ല. അന്നത്തെ ആ സ്നേഹം തീരെ കുറഞ്ഞിട്ടുമില്ല. കയറിയിരിക്ക ചേട്ടാ. വാ ചേട്ടാ, വാ ഇരിക്ക ചേട്ടാ. എന്റെ കുഞ്ഞ്. കുഞ്ഞോ? ആ അതെ, കുഞ്ഞ്. നമ്മുടെ മോനിപ്പോ 1ാം ക്ലാസ് പഠിക്കണ ചേട്ടാ. അവനെ എനിക്ക് വേണം, അതിനുവേണ്ടി മാത്രം ഞാൻ വന്നത്. അതെന്താ ചേട്ടാ അങ്ങനെ? നമ്മുടെ കുഞ്ഞ് നമുക്കല്ലാതെ പിന്നെ ആർക്കാ? ആ രായപ്പൻ ചേട്ടൻ വന്നോ? ചേട്ടൻ ഒന്നിങ്ങ് വന്നേ. ഇങ്ങോട്ട് വരാൻ. നമ്മുടെ മോനെ ഇപ്പൊ സ്കൂളിൽ പോയി വിളിച്ചോണ്ട് വരാൻ കേട്ടോ. ആ വന്നിരിക്കുന്നതേ എന്റെ ഒരു പഴയ ഭർത്താവാ. ഭർത്താവ്?
അയാളെ കണ്ടിട്ട് നല്ല തറവാട്ടി പറഞ്ഞവന്റെ ലക്ഷണമുണ്ടല്ലോ. ഓ, കയ്യിൽ ഒത്തിരി കാശും കാണും. രാജപ്പൻ ചേട്ടൻ എന്റെ കൂടെ നിൽക്കാമെങ്കിൽ നമുക്കൊരു പണി ഒപ്പിക്കാം. എന്ത് പണി? അയാളെ ഒരു പേടിത്തൊണ്ട മണ്ടനാ. ഇപ്പൊ ഇല്ലാത്ത കുഞ്ഞിനെ തേടി വന്നേക്കാ. കുഞ്ഞു? അതൊക്കെ പറയാനാണേലും ഒത്തിരി ഉണ്ട്. രാജപ്പൻ ചേട്ടൻ എന്റെ കൂടെ നിൽക്കാമോ? അത് പറ. ഗുണമുള്ള കാര്യമാണെങ്കിൽ ഞാൻ നിൽക്കാം. ഗുണമില്ലാത്ത കാര്യത്തിന് ഞാൻ പറയൂ? ഓക്കെ, ഇങ്ങനെ നിൽക്കാം. പറയാൻ പേടിച്ചിട്ടാ ഇതുവരെയും പറയാതിരുന്നത്. എന്താ? അത് എന്താന്ന് വെച്ചാ പറയൂ. 3-4 ദിവസമായി വിജിക്ക് തീരെ സുഖമില്ല. ഛർദി, ഭക്ഷണവും കഴിക്കുന്നില്ല. ആകപ്പാടെ ഭഗവാനെ, ചതിച്ചോ? മുറിയിന്ന് പുറത്തിറങ്ങാതെ എന്റെ മോൾ ഒരേ കരച്ചിൽ തന്നെയാ. വേണ്ട മോളെ, അവന്റെ പാപം ഇനി മോള് ചുമക്കണ്ട, കളഞ്ഞേക്കാം. എണീറ്റ് വാടൂ. എന്റെ കുഞ്ഞ് കുഞ്ഞിനെ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ? ആദ്യം ഇത് നടക്കട്ടെ. ഭർത്താവാകാതെ എങ്ങനെയാണ് ഒരുത്തൻ കുഞ്ഞിന്റെ അച്ഛനാകുന്നത്? എനിക്ക് എന്റെ കുഞ്ഞിനെ മതി. എന്റെ വിധം മാറും. ഞങ്ങളെ വെറുതെ മെനക്കെടുത്തല്ലേ സാറേ? കുഞ്ഞിനെ വേണം, കുഞ്ഞിന്റെ അമ്മയെ വേണ്ടെന്ന്. ഇങ്ങോട്ട് വാടും. അവിടെ എന്നെ വിടൂ, ഞാൻ മറ്റെന്ത് വേണേലും ചെയ്യാം. ഇയാൾ ഇത് മാത്രം ചെയ്താൽ മതി. 6-7 കൊല്ലമായി ഈ പെണ്ണിവിടെ കണ്ണീരും കൈയായിട്ട് കഴിയുക. ആ മാലയുടെ കഴുത്തിൽ ഇട്ടാ മതി സാറേ. എനിക്ക് വയ്യ. വയ്യേ? ഇടിച്ചിരിക്കണോ? ഞാൻ ചെയ്യില്ല. ഈ മാലയോട്ട് പിടിച്ചേ. ഈ മാലയോട്ട് പിടിക്കാൻ. മാല വാങ്ങിച്ച് അവളെ കഴിച്ചിട്ടുണ്ടോ സാറേ? ഇത് പിടിച്ചേ. അവന്റെ കഴുത്തിലോട്ട് ഇട്ട് കൊടു. നീ അവന്റെ കഴുത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ. എടാ, അങ്ങോട്ട് ഇട്ട് കൊടുക്കാനാ പറഞ്ഞത്. അവിടെയാ വീട്. കല്യാണമാണോ? എന്താ ഹരി ഇത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഞാൻ എന്റെ കുഞ്ഞ് ഹരി, അബ്ദുൾ സലീം എല്ലാ കഥയും എന്നോട് പറഞ്ഞു. നീ ആരെയും വഞ്ചിച്ചിട്ടില്ല, നിനക്കൊരു കുഞ്ഞുമില്ല. ആ, നിനക്ക് ചീത്ത പേരുണ്ടാക്കാൻ ഈ കള്ള റാസ്കലിനെ അവൻ ചട്ടം കെട്ടിയതാ. ഒരു കൗണ്ടർ റാഗിങ്. കളണം അവിടെ മാലയും കോപ്പും. ഞാൻ പോലീസാണ്. ഒറ്റ എണ്ണത്തിന് പറഞ്ഞ വിടില്ല. ഇടിച്ചെല്ലാത്തിന്റെ ഷേപ്പ്. അവളെ കെട്ടൂലല്ലേടാ പിന്നെ. പുരുഷനോ വരാൻ. ഫ്ലാസ്കിൽ കുറച്ച് ചായ എടുത്തു വെച്ചോളൂ കുട്ടികളെ. അതൊന്നും വേണ്ട മുത്തശ്ശി, ധൃതി ഒന്നുമില്ലല്ലോ. ഞങ്ങൾ വഴിയിലൊക്കെ നിർത്തി നിർത്തി ചായയൊക്കെ കുടിച്ച് സമാധാനമായിട്ടല്ലേ പോവുള്ളൂ. അതൊന്നും അല്ല മുത്തശ്ശി,
ദാഹം മാറ്റാനുള്ള വേറെ സാധനങ്ങൾ വേണ്ടോളം കരുതിയിട്ടുണ്ട്. അതെന്താ? അല്ല മുത്തശ്ശി, അത് പിന്നെ നമ്മുടെ സോഡ. എന്റെ വക ഒരു സ്പെഷ്യലാ. താങ്ക് യു. സ്പെഷ്യലോ? മടങ്ങി വരുമ്പോ ഞങ്ങൾക്ക് തറ കൊണ്ടുവരാ. വലിയൊരു ഒലക്ക. എന്റെ സാറ്, ഞങ്ങൾ ഇംഗ്ലണ്ടിലേക്കൊന്നും അല്ലല്ലോ പോകുന്നത്, ഈ കൊടൈക്കനാലിലേക്കല്ലേ. ഓഹോ. അല്ല, രണ്ടാം കെട്ടുകാർ ഇതുവരെ ഇറങ്ങിയില്ലേ? അതോ പഴയതുപോലെ പിന്നെ മുങ്ങിയോ? മുങ്ങില്ല. അതെ, ചുരത്തിൽ എത്തിക്കഴിഞ്ഞാ പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്യില്ല കേട്ടോ. താഴോട്ട് നോക്കിയാൽ എന്റെ തല കറങ്ങും. കറങ്ങട്ടെ, താൻ ഞങ്ങളെ കുറെ കറക്കിയതല്ലേ. അതാ നോക്കി ആരാ വരുന്നെന്ന്. വിളക്കി ചേർത്തപ്പോൾ കൂടുതൽ ദൃഢമായ ചങ്ങല. ഈ ജീപ്പിലുള്ള യാത്ര എനിക്ക് അത്ര പിടിക്കുന്നില്ല. ഈ സമയത്ത് ദേഹം അനങ്ങരുത്. ഇത് 3-ാം മാസമാണെന്ന് ഓർമ്മ വേണം. ദൈവം ഞങ്ങളെ ഒത്തിരി പരീക്ഷിച്ചില്ലേ മുത്തശ്ശി, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. മാത്രമല്ല മുത്തശ്ശി, ഈ കുലുങ്ങിയുള്ള ജീപ്പിലെ യാത്ര ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുമെന്ന് SI രാമേന്ദ്രൻ എപ്പോഴും പറയാറുണ്ട്. മതി മതി, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല, പുറപ്പെടാം. അതെ, മുത്തശ്ശി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എടാ പോലീസേ, അപ്പൊ എല്ലാരോടും ഞങ്ങൾ പുറപ്പെടുകയാണ്. വിജയ്, നീ ഇങ്ങോട്ട് മാറിയിരുന്നോ? ഞാനിവിടെ ഇരുന്നാൽ ഇനിയും ചിലപ്പോ അറിയാതെ ഇന്ദുവിനെ റാഗ് ചെയ്തു പോകും.